ദൈവത്തിന് സ്തോത്രം. ഇത്രയും സ്നേഹവും ബഹുമാനമുള്ള വൈദിക ശ്രേഷ്ഠരെ, ഇഗേറോയുടെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യട്ടെ. മാർത്തോമ ചർച്ച് ആനിമേഷൻ സെന്ററിന്റെ വിവിധ പ്രവർത്തനങ്ങളിൽ ബഹുമാനമുള്ള വൈദികരിൽ ലഭിക്കുന്ന എല്ലാ കരുതലിനും സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും പങ്കാളിത്തത്തിനും അങ്ങേയറ്റം നന്ദി അറിയിക്കട്ടെ. ചർച്ച് ആനിമേഷൻ സെന്ററിന്റെ പല പ്രോഗ്രാമുകളിലും തീർച്ചയായും പട്ടക്കാരുടെ ഒരു വലിയ സപ്പോർട്ടിലൂടെ മാത്രമാണ് നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയുന്നത്. ഈ കാലങ്ങളിൽ ലഭിക്കുന്ന എല്ലാ സ്നേഹത്തിനും കരുതലിനും ആദ്യം തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് ഒരു പുതിയ പ്രവർത്തന വർഷത്തിലെ ആദ്യത്തെ ഗീറോ സെഷനിലേക്ക് നിങ്ങൾ എല്ലാവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് പ്രാർത്ഥനയോടെ ഇന്നത്തെ ഈ ഒരു സെഷൻ ആരംഭിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വസ്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം നാഥ, ഞങ്ങൾക്ക് ഒരുമിച്ച് ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂടിവരവ് ദൈവം സാധ്യമാക്കി തീർത്ത കൃപയ്ക്കായ സ്തോത്രം. ഇനി സന്ധ്യയിൽ കർത്താവെ, ഞങ്ങൾ പഠിക്കുന്ന, ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ശുശ്രൂഷയ്ക്ക് ഏറ്റവും പ്രയോജനകരമായി തീരുവാൻ ദൈവം സഹായിക്കണമേ. നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനുള്ള ഒരു വലിയ നിയോഗവും വിളിയും ഞങ്ങൾക്ക് നീ നൽകിയിട്ടുണ്ടല്ലോ. ആ ഒരു ഉത്തരവാദിത്വത്തിൽ ഏറ്റവും സമർപ്പിതമായി ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സെഷൻ ഏറ്റവും അനുഗ്രഹമാണ്. നിങ്ങളുടെ ദാസനായി ഉണ്ണിയുടെ സ്തോത്രം. സകല മഹത്വവും കർത്താവിന്, യേശുവിനെ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഇന്ന് ഈ സെഷൻ മോഡറേറ്റ് ചെയ്യുന്നത് ഇത്രയും സ്നേഹവും ബഹുമാനമുള്ള മാത്യു വർഗീസ് അച്ഛനാണ്. അച്ഛൻ ഇപ്പോൾ ചെങ്ങറോത്ത് മാർത്തോമ ഇടവകാരിയാണ്. അച്ഛന്റെ സ്വദേശം ആനപ്രമ്പാൽ മാർത്തോമ ഇടവകയാണ്. അച്ഛൻ വളരെ ചുരുക്കുള്ള, വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു യുവപട്ടക്കാരനാണ്. നന്നായി സോഷ്യൽ മീഡിയയിൽ എൻഗേജ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പട്ടക്കാരനാണ്. വളരെ സന്തോഷത്തോടെ അച്ഛനെ സ്വാഗതം ചെയ്യട്ടെ. അച്ഛൻ തുടർന്നുള്ള മീറ്റിംഗ് മുമ്പോട്ട് നയിക്കുന്നതാണ്. ഇത്രയും ബഹുമാനമുള്ള പ്രിൻസ് അച്ഛൻ, റെൻസി അച്ഛൻ, പ്രിയപ്പെട്ട പട്ടക്കാരെ, കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഉള്ള ഈ ലോകത്ത് ഇപ്രകാരമുള്ള നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ശുശ്രൂഷയെ എപ്രകാരം മനോഹരമായ രീതിയിൽ കൊണ്ടുപോകാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാർത്തോമ ആനിമേഷൻ സെന്റർ ആരംഭിച്ചിരിക്കുന്ന ഈ ഒരു പ്രോഗ്രാം എന്തുകൊണ്ടും നമുക്ക് ഏവർക്കും ഒരു പുതിയ ഉൾക്കാഴ്ചയുടെയും പുതിയ ചില കണ്ടുപിടുത്തലുകൾക്കും കാരണമാവും എന്ന് എനിക്കതിയായി വിശ്വാസമുണ്ട്. പ്രത്യേകിച്ച് കൂടുതൽ ആമുഖ വാക്കുകൾ പറഞ്ഞ് നമ്മുടെ സെഷന്റെ സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ച് ഇന്ന് നമുക്ക് ഈ സെഷൻ എടുത്ത് നമ്മെ സഹായിക്കുന്നത് ബഹുമാനപ്പെട്ട പ്രിൻസ് ആർ അച്ഛനാണ്. അച്ഛൻ മാർത്തോമ യൂണിസെക്യത്തിന്റെ മുൻ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ തടിയൂർ ഇമ്മാനുവൽ മാർത്തോമ ഇടവക വികാരിയായി അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്നു. മൈലം ക്രിസ്തോസ് മാർത്തോമ ഇടവംഗമാണ്. ഈ കാലഘട്ടങ്ങളിൽ അച്ഛൻ്റെ ശുശ്രൂഷ നമ്മുടെ സഭയ്ക്കും അച്ഛനാകുന്നിടങ്ങളിൽ ഏറ്റവും ഭംഗിയ രീതിയിൽ ചെയ്യുവാൻ ദൈവം അച്ഛനെ ബലപ്പെടുത്താൻ അവർ ദൈവത്തെ സ്തുതിക്കുകയും വളരെ സ്നേഹത്തോടും വിനയത്തോടും ബഹുമാനപ്പെട്ട പ്രിൻസ് ആർ അച്ഛനെ ഇന്നത്തെ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സെഷൻ മുൻപോട്ട് നയിക്കുവാനായി അച്ഛനെ ക്ഷണിച്ചുകൊള്ളട്ടെ. താങ്ക് യു മാത്യു അച്ഛാ. താങ്ക് യു റെൻസി അച്ഛാ. അച്ഛാ കേൾക്കാമല്ലോ നമ്മളെ? നമുക്ക് താങ്ക് യു. ഇതിനകത്ത് നമുക്ക് ഒട്ടും ഒഫീഷ്യലായിട്ട് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഒരുമിച്ചിരുന്ന് ഒരു പുതിയ കാര്യം പഠിക്കുന്നു മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് തന്നെ ചോദിക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ക്യാൻവ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ 2013 സ്ഥാപിതമായത്. വളരെ പഴയതാണ്. മാത്യു അച്ഛൻ പറഞ്ഞ പോലെ ഇത് ആക്ച്വലി പുതിയ കാര്യമൊന്നുമല്ല. നമ്മളിൽ തന്നെ അച്ഛന്മാർ തന്നെ വളരെ നന്നായി അത് ഉപയോഗിക്കുന്ന, വളരെ പ്രൊഫഷണൽ സ്റ്റൈലിൽ അത് ഉപയോഗിക്കുന്ന അച്ഛന്മാരുണ്ട്. എന്നാൽ ഇതിനെപ്പറ്റി കേട്ടിട്ടില്ലാത്ത അച്ഛന്മാരും നമ്മുടെ ഇടയിലുണ്ട്. നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഈ ചെയ്യുന്നത് നമ്മുടെ ഗേറയിലൂടെ ഈ ദിവസങ്ങളിലൊക്കെ റെൻസി അച്ഛന്മാർക്ക് പുതിയ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു സഹായമാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു സ്കില്ല് നമ്മൾ പഠിക്കാം. നമ്മൾ അങ്ങനെ മാത്രം ഇതിനെ കണ്ടാൽ മതി. എന്നാൽ ഈ ക്ലാസ് കഴിയുന്നതോടുകൂടി ക്യാൻവയിൽ നമ്മൾ അങ്ങ് പ്രൊഫഷണൽ ആകും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റുന്നാൽ ഇത് ചെയ്താണ് പഠിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ സിനിമയിൽ പറഞ്ഞതാണ് ഫോട്ടോ എടുക്കാനായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും, പഠിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന പോലെ ഇത് നമ്മൾ ചെയ്ത് പഠിക്കുക നിവർത്തിയുള്ളൂ. നമുക്ക് നമ്മളുള്ള ക്രിയേറ്റിവിറ്റി പരമാവധി ഉപയോഗിച്ചുകൊണ്ട്, നമ്മുടെ ക്ഷമ പരമാവധി ഉപയോഗിച്ചുകൊണ്ട്, എന്നാൽ വേഗത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ഒരു ടൂളാണ് ക്യാൻവ. ഇതൊരു ടൂൾ മാത്രമാണ്.
ഇത് ഇപ്പോൾ എയുടെ ഒക്കെ കാലമാണ്. നിങ്ങൾ എയിൽ ഏറ്റവും നല്ലൊരു ഡിസൈനിങ് ആപ്പിനെ പറ്റി ചോദിച്ചാൽ എയും ആദ്യം പറയുന്നത് ക്യാൻവയാണ്. ക്യാൻവയുടെ വലിയൊരു ഒരു ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എ കൂടെ യൂസ് ചെയ്താണ് ക്യാൻവ പ്രവർത്തിക്കുന്നത്. എല്ലാ ഡിസൈനിങ് ആപ്ലിക്കേഷൻസും എ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും ക്യാൻവ കുറെ കൂടെ ആദ്യം അക്കാര്യത്തിൽ മുന്നോട്ട് പോയത് ക്യാൻവയാണ്. ഏകദേശം 260 മില്യൺ ആളുകൾ ലോകത്തെമ്പാടും ക്യാൻവ ഉപയോഗിക്കും. വലിയൊരു കമ്മ്യൂണിറ്റിയാണ്, ഒരുപാട് ആളുകളുള്ള ഒരു വലിയ കമ്മ്യൂണിറ്റി, മനുഷ്യര് കോടികൾ ഉണ്ടാക്കുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് ഈ ക്യാൻവ എന്ന് പറഞ്ഞാൽ. ഓസ്ട്രേലിയയിൽ നമ്മളതിനെ പറ്റി പഠിക്കുമ്പോൾ അത് സ്ഥാപിച്ച ഒരാളെ കൂടെ നമ്മൾ പരിചയപ്പെടുന്ന നല്ലതാണല്ലോ. മെലാനി പെർക്കിൻസ് എന്ന് പറഞ്ഞ ഒരു ലേഡി, ഒരു യുവ സംരംഭകയാണ്. അവരും അവരുടെ ഫ്രണ്ട്സൂടെ ചേർന്നാണ് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ സ്ഥാപിച്ചത്. പക്ഷെ അത് വളരെ പെട്ടെന്നാണ് ലോകമെമ്പാടും ആളുകളിലേക്ക് ഇത് വ്യാപിച്ചത്. മറ്റ് നമ്മൾ ഫോട്ടോഷോപ്പ് പഠിക്കുന്ന പോലെയോ അല്ലെങ്കിൽ മറ്റ് ഡിസൈനിങ് സോഫ്റ്റ്വെയർ പഠിക്കുന്നത് പോലെ അല്ല ക്യാൻവ. എന്തുകൊണ്ട് ഇത്രയും ആളുകൾ പെട്ടെന്ന് ഉപയോഗിച്ച് പറഞ്ഞാൽ ഒരു കൊച്ചു കുഞ്ഞിന് പോലും പെട്ടെന്ന് പഠിക്കാവുന്ന രീതിയിലാണ് ക്യാൻവ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് തോന്നിയത്, അല്ലെങ്കിൽ അച്ഛന്മാരുടെ അഭിപ്രായത്തെ മനസ്സിലായി, ക്യാൻവ വളരെ പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ യാതൊരു തരത്തിലുള്ള ഒരു നൈപുണ്യം നമുക്ക് ഇതിന് ആവശ്യമില്ല. നിങ്ങളിപ്പോ നിങ്ങളുടെ ഫോണിൽ എല്ലാവരും ക്യാൻവ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എല്ലാവരും ക്യാൻവ ഡൗൺലോഡ് ചെയ്യണം. അതുപോലെ പിൻട്രസ്റ്റും ഇപ്പൊ തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഒരല്പം ക്ഷമ ഒന്ന് ഉപയോഗിച്ചാൽ നിങ്ങളൊരു അടുപ്പിച്ച് ഇതൊരു 2 ആഴ്ച ഉപയോഗിച്ചാൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ആദ്യമായിട്ട് ഇത് കാണുന്നവർക്ക് ആദ്യം ഒരു ടെൻഷൻ കാണും. പക്ഷെ കുഴപ്പമില്ല, നമുക്കത് ചെയ്ത് നമുക്കത് ശീലമാക്കാം എന്നാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഈ ക്യാൻവ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുന്ന ആ ആപ്ലിക്കേഷൻ നമ്മളിപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ ഇന്ന് ചിലപ്പോൾ നമുക്ക് അവസാനമാകുമ്പോഴത്തേക്ക് കുറച്ച് പേര് ലെഫ്റ്റ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ അത് ശ്രദ്ധിച്ചില്ല എങ്കിൽ ഡിഫിക്കൽറ്റി കൂടാൻ ചാൻസ് ഉണ്ട്. നമ്മളൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ എന്നാൽ വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാനും പറ്റും. അപ്പോൾ പഠിച്ചെടുക്കുന്ന അച്ഛന്മാർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങും. ആ ഗ്രൂപ്പിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പള്ളിയിൽ ഉണ്ടാക്കുന്ന പോസ്റ്ററുകളൊക്കെ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളത് പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ അസിസ്റ്റൻസ് ആവശ്യമുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ക്രമീകരണം ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. അതിൽ നിന്ന് ഇത്രയും അച്ഛന്മാർ വന്നതിലുള്ള വലിയൊരു സന്തോഷം ഈ സമയത്ത് അറിയിക്കുകയാണ്. നമ്മുടെ മുൻപോട്ടുള്ള ശുശ്രൂഷയിൽ ക്യാൻവ വളരെയധികം നമുക്ക് പ്രയോജനം. എന്നെ സംബന്ധിച്ച് ഇത് പഠിച്ചപ്പോൾ എനിക്ക് വലിയൊരു ചിറവുള്ളതുപോലെയാണ്. പെട്ടെന്ന് നമുക്ക് ആരുടെയും സഹായം ഇല്ലാതെ, ഇപ്പൊ നമ്മൾ ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് അച്ഛൻ വിളിച്ചോ പറയായിരുന്നു, പോസ്റ്റർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ധാരാളം പിള്ളേരുടെ പുറകെ നടക്കേണ്ടി വരും, ആളുകളുടെ പുറകെ നടക്കേണ്ടി വരും, ഡിസൈനേഴ്സിന്റെ പുറകെ നടക്കേണ്ടി വരും. പക്ഷെ ഈ ക്യാൻവയിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ക്യാൻവയുടെ ഒരു സാധ്യത വളരെ വലിയതാണ്. അതിന്റെ ഒരു പ്രോ ലെവലിലേക്ക് നമ്മൾ പോയാൽ നമുക്കൊരു പുസ്തകം വരെയും ഞങ്ങൾ പുസ്തകം ഡിസൈൻ ചെയ്യാനും പുസ്തകം അച്ചടിക്കാനും ഒക്കെ നമുക്ക് ഈ ക്യാൻവ നമ്മളെ സഹായിക്കും. അതാ ഞാൻ പറഞ്ഞത്, ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ ആളുകൾ ഈ ക്യാൻവയിലൂടെ സമ്പാദിക്കുന്നുണ്ട്. ഇങ്ങനെ അറിവിലേക്ക് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതുപോലെ മൈക്രോസോഫ്റ്റ് വേർഡിലും പവർ പോയിന്റിലും ഒക്കെ അത്ര പരിചയമില്ലാത്തവർക്ക് പോലും വളരെ എളുപ്പത്തിൽ, അതൊന്നും പഠിക്കേണ്ട കാര്യമില്ല. അതുപോലെ ഡിസൈനേഴ്സ് ആയിട്ടുള്ള അച്ഛന്മാർക്ക് ഈ അഡോബ് ഇല്ലുസ്ട്രേറ്റർ പഠിക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം ക്യാൻവയിലൂടെ വളരെ പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതൊക്കെയാണ് ക്യാൻവയുടെ പ്രാധാന്യം എന്ന് പറഞ്ഞത്. അതുപോലെ സോഷ്യൽ മീഡിയാസിലൂടെ നല്ല ഈ വാക്യങ്ങളൊക്കെ പങ്കിടുന്ന അച്ഛന്മാരുണ്ട്. അവർക്ക് വളരെയധികം ഇത് പ്രയോജനപ്പെടും. നമ്മുടെ പള്ളിയിലെ വാർത്തകൾ എത്ര ഭംഗിയായിട്ട് നമുക്ക് ക്രിയേറ്റീവായിട്ട് ആളുകളിലേക്ക് എത്തിക്കുവാൻ ഈ ക്യാൻവ നമുക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, ഈവൻ ഒരു ലെറ്റർ പാഡ് നമ്മൾ ഓഫീസിലില്ല, നമ്മൾ പള്ളിയിലില്ല, നമ്മൾ വെളിയിലാണ്, നമ്മുടെ യാത്രക്കിടയിൽ നമുക്ക് പെട്ടെന്ന് ഒരു ലെറ്റർ പാഡ് തയ്യാറാക്കണം എങ്കിൽ പോലും നമുക്ക് ക്യാൻവ മിനിറ്റുകൾക്കുള്ളിൽ, ഒരു 2-3 മിനിറ്റുകൾക്കുള്ളിൽ നമുക്കൊരു ലെറ്റർ പാഡ് തയ്യാറാക്കി ഏത് ഒഫീഷ്യൽ രീതിയിലേക്കും അതിനെ മാറ്റാനായിട്ട് ക്യാൻവയിലൂടെ പറ്റും. നമ്മുടെ പള്ളിയിൽ ഒരു മരണം ഉണ്ടായി, നമുക്ക് ആളുടെ ഫോട്ടോ കിട്ടിയാൽ നിങ്ങൾക്ക് തന്നെ ഒരു ഒബിച്വറി കാർഡ് പള്ളിയുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആദരാഞ്ജലികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. അത്തരത്തിലൊക്കെ എന്നെ വളരെയധികം ഈ ക്യാൻവ സഹായിച്ചിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയട്ടെ, ഏറ്റവും ഭംഗിയായിട്ട് ഇതൊക്കെ ചെയ്യുന്ന അച്ഛന്മാര് നമ്മുടെ ഈ ഗ്രൂപ്പിൽ തന്നെ ഉണ്ട്. ജിജോ അച്ഛനൊക്കെ അത് വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നവരാണ് എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുക. അപ്പോ നിങ്ങൾ ദയവായിട്ട് നിങ്ങളുടെ ഫോണിലുള്ള ഞാൻ എക്സ്ട്രാ സൂക്ഷിക്കണം പറഞ്ഞ് നിങ്ങളുടെ ഫോണിൽ ആ ക്യാൻവ ഓപ്പൺ ചെയ്യുക. എൻ്റെ ഒന്ന് ഷെയർ ചെയ്യാം.
ഒരു A4 സൈസ്, നമുക്ക് സൈസ് വളരെ പ്രധാനമാണ്. നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് സൈസ് വളരെ പ്രധാനമാണ്. നമ്മുടെ ഫോണിലോ അല്ലെങ്കിൽ നമ്മുടെ പള്ളിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിലോ ഒക്കെ അയക്കാനായിട്ട് നമുക്ക് A4 സൈസ് ഉപയോഗിച്ചാൽ മതിയാകും. ഇതിന്റെ ബേസിക് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. A4 സൈസ് ഉപയോഗിച്ചാൽ മതിയായിരിക്കും. അപ്പോൾ നിങ്ങൾ ക്യാൻവ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഒരു വിൻഡോ നിങ്ങൾക്ക് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അതിൽ നിങ്ങൾ കണ്ട ഈ സെർച്ചിങ്ങിന്റെ പോർഷൻ ഉണ്ട്. അവിടെ A4 എന്ന് അടിച്ചാൽ മതി. A4 പോസ്റ്റർ എന്നടിക്കാമെങ്കിൽ നിങ്ങൾക്ക് A4 പോസ്റ്റർ അതുപോലെ ഇങ്ങനൊരു കാണാമോ? അച്ഛന്മാർ കാണാമോ? ഇത് മാത്യു അച്ഛാ ഒന്ന് പറയണേ. കാണാം. A4 പോസ്റ്റർ എന്നടിച്ച് നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. വന്നു പ്രതീക്ഷിക്കുന്നു. ആ പോസ്റ്ററിന്റെ അടുത്തോട്ട് തന്നെ നമ്മളെല്ലാം ഒരു കോൺഫറൻസ് എന്ന് നിങ്ങൾ അടിക്കാമെങ്കിൽ, കോൺഫറൻസ് എന്ന് അടിക്കാമെങ്കിൽ നമ്മുടെ ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു പാരിഷ് കൺവെൻഷന് വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്ററാണ് നിങ്ങളെ ചെയ്ത് കാണിക്കാനായിട്ട് പോകുന്നത്. ഒരു പാരിഷ് കൺവെൻഷൻ. ആദ്യം നമ്മൾ അങ്ങനെ ഒരു പോസ്റ്ററാണ് നമുക്ക് ആവശ്യം. അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത് എന്നാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. നിങ്ങൾ നോക്കിയാട്ടെ, നമുക്ക് ആദ്യം ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു സാധനം ഇവിടെ കാണാം. അതിൽ നമ്മൾ അടിക്കുന്നു A4 പോസ്റ്റർ. A4 പോസ്റ്റർ എന്നടിച്ചു. കോൺഫറൻസ് എന്നടിക്കുക. കോൺഫറൻസ്. ഇങ്ങനൊരു സാധനം നിങ്ങൾക്ക് വരും. ഇതാണ് നമ്മുടെ ടെംപ്ലേറ്റ്സ്. ആയിരക്കണക്കിന് ടെംപ്ലേറ്റ്സ് നമുക്കുണ്ട്. ഇപ്പൊ നിങ്ങളുടെ കയ്യിലുള്ളത് ക്യാൻവയുടെ ഒരു ട്രയൽ പോസ്റ്റാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. ഒരു ട്രയൽ പോസ്റ്റ്, ട്രയൽ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത്. ഇതിന് നമുക്ക് അടുത്ത ലെവലിലോട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പൊ തൽക്കാലം നമുക്കിത് പഠിക്കാനായിട്ട് ഇത് ധാരാളം മതിയായിരിക്കും. അപ്പോൾ നിങ്ങൾ കണ്ടോ? ഇതിങ്ങനെ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ധാരാളം ടെംപ്ലേറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ടെംപ്ലേറ്റ്സ് നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ അതിൽ നിന്നും ഒരു ടെംപ്ലേറ്റ് എടുക്കുകയാണ്. ആ ടെംപ്ലേറ്റിന് തൊട്ട് താഴെ ഒരു കിരീടത്തിന്റെ സിമ്പിൾ നിങ്ങൾക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു കിരീടത്തിന്റെ സിമ്പിളാണ് അത് ക്യാൻവ പ്രോയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഒന്നും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. അത് തൽക്കാലം അതിനെ നിങ്ങൾ വിടുക. ആ മഞ്ഞ കളറിന്റെ കിരീടത്തിന്റെ ഒരു സിമ്പിൾ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അതിനെ ഉപേക്ഷിക്കുക. അത് നിങ്ങൾ പ്രോ ക്യാൻവ എടുത്താൽ മാത്രമേ അത് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നമ്മളിപ്പോ നേരത്തെ ഇപ്പോൾ തടിയൂർ ഇമ്മാനുവേൽ ഇടവക അവിടുത്തെ ഒരു പാരിഷ് മിനിസ്ട്രിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാരിഷ് കൺവെൻഷന് വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്ററാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തൊട്ട് താഴെയായിട്ട് കുറേ ഒരു കിരീടത്തിന്റെ സ്റ്റൈൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കിരീടത്തിന്റെ ഒരു ചെറിയ എംബ്ലം കാണാനായിട്ട് പറ്റും. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. അത് നമുക്ക് ഒരിക്കലും അത് പ്രോ ലെവലിലോട്ട് മാറിയാൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമ്മൾ ട്രയൽ വേർഷനാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ട്രയൽ വേർഷൻസ് ആണ്. അതുകൊണ്ട് ആ മഞ്ഞ കളറിലുള്ള ഉപയോഗിക്കാൻ പറ്റും, പക്ഷേ നമുക്കൊന്നും ഇത് അവസാനം സേവ് ആകത്തില്ല. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ ആ മഞ്ഞ കളറിലുള്ള ഇവിടെ അതിന്റെ ഓരോ പോസ്റ്ററിന്റെ മൂലയ്ക്കായിട്ട് വലതുവശത്ത് താഴെയായിട്ട് ചെറിയ കിരീടം പോലൊരു എംബ്ലം കാണാം. അത് നിങ്ങൾ തൊടിയേ വേണ്ട. അല്ലാതെ അതില്ലാതെ ഏതെങ്കിലും നമുക്ക് ഇതുപോലുള്ള ടെംപ്ലേറ്റ് ധാരാളം ഉണ്ട്. ഇതിലേതാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് നമുക്ക് എടുക്കാം. അപ്പൊ ഞാനിപ്പോ ആ എംബ്ലം ഇല്ലാത്ത ഒരു സാധനം ഒന്ന് എടുക്കുകയാണേ. എംബ്ലം ഇല്ലാത്ത ഒരു പോസ്റ്റ് ഞാൻ എടുക്കുകയാണ്. കോൺഫറൻസ് 2018 നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പോസ്റ്റ് നിങ്ങൾക്ക് അത് എടുക്കാം. ഇതൊന്ന് ലോഡാവാൻ ഇച്ചിരി സമയം എടുക്കും. എനിക്ക് നെറ്റിന്റെ ചെറിയ പ്രയാസമുണ്ട്. ഇങ്ങനെ ഓപ്പൺ ആയി വരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടെംപ്ലേറ്റ് നിങ്ങൾക്ക് അതിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും. എടുക്കുമ്പോൾ ധാരാളം ടെംപ്ലേറ്റുകൾ വരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടെംപ്ലേറ്റ്, ആ മഞ്ഞ സിമ്പൽ ഇല്ലാത്ത ഒരു ടെംപ്ലേറ്റ് നിങ്ങൾക്ക് എടുത്താൽ ഇങ്ങനെ ഒരു സാധനം നിങ്ങൾക്ക് വരും. പക്ഷെ ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അച്ഛന്മാർക്ക് സംശയമുണ്ടോ?
ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറയുന്നത്. ബേസിക് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറയുന്നത്. വളരെ പെട്ടെന്ന് ഒരു 10 മിനിറ്റിനകത്ത് ഒരു പോസ്റ്റർ ഉണ്ടാക്കി എടുക്കാനുള്ള കാര്യം. അതുകൊണ്ട് നന്നായിട്ട് ഇത് ഉപയോഗിക്കുന്നവർക്ക് ചെറിയ ബോറടി തോന്നും. നമ്മൾ ഇത് ആദ്യമായിട്ട് ക്യാൻവ എന്നൊരു സംവിധാനം കേൾക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ സംവിധാനം ഇപ്പൊ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പോസ്റ്റർ നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ പോസ്റ്ററുകൾ കാണാം. ഇങ്ങനെ ഒരു പോസ്റ്റർ ഒരു പക്ഷേ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ആനുവൽ ബിസിനസ് കോൺഫറൻസ് ഒക്കെ അടിച്ചാൽ ഇങ്ങനെ പോസ്റ്റർ വരും. ഇങ്ങനെ ഒരു പോസ്റ്റർ നിങ്ങൾക്ക് വന്നു? ആർക്കെങ്കിലും കിട്ടിയോ? യെസ്, കുറെ പേർ കിട്ടി. ഇങ്ങനെ ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ഇത് എന്നിട്ട് ഏതാണ്ട് ഇതിനകത്ത് മൂന്ന് പേര്, നമ്മളിത് ഒരു കൺവെൻഷന്റെ പോസ്റ്ററായിട്ട് നമ്മൾ ഇതിനെ മാറ്റുക. അപ്പോൾ ഏതാണ്ട് നിങ്ങൾക്ക് അവിടെ ആനുവൽ ബിസിനസ് കോൺഫറൻസ് എന്നുള്ളിടത്ത് ആ കോൺഫറൻസ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ അവിടെ അതിനെ ഒരു സെലക്ഷൻ ഉണ്ടാകും. അതിൽ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പള്ളിയുടെ പേരടിക്കാം. തടിയൂർ. ഇപ്പൊ ഞാൻ എൻ്റെ പള്ളിയുടെ പേരടിക്കുകയാണ്. തടിയൂർ ഇമ്മാനുവൽ മാർത്തോമ ചർച്ച്. ഉണ്ടോ? ഞാനൊന്നും ചെയ്തില്ല. ജസ്റ്റ് ആ കോൺഫറൻസ് എന്നുള്ള പോർഷനിൽ ഒന്ന് ഞെക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഞെക്കിയപ്പോൾ തന്നെ ഇങ്ങനെ ഒരു സാധനം വന്നു. ഇനി ഇതിനെ നമ്മൾ നമ്മുടെ രീതിയിലോട്ട് മാറ്റണം. ഓക്കെ, തൽക്കാലം തടിയൂർ ഇമ്മാനുവൽ മാർത്തോമ ചർച്ച് എന്നൊരു സാധനം വന്നു. സുമാർക്ക് ഇത്രയും ക്ലിയർ ആണോ? ജസ്റ്റ് ഒരു തംസപ്പ് ഇട്ടാൽ മതി നിങ്ങൾ. ഓക്കെ. എന്നിട്ട് നമുക്ക് ഇനി ഇതെന്തെങ്കിലും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ തൊട്ട് മുകളിൽ ഡിലീറ്റ് ഓപ്ഷൻ വരും. ജസ്റ്റ് അതിനെ കളഞ്ഞേക്കാം. നമുക്കത് വേണ്ട. നമ്മുടെ പേര് വന്നു, പള്ളിയുടെ പേര് നമുക്ക് കിട്ടി. സിമ്പിളാണ്. ഇത്രയും വളരെ സിമ്പിളാണ്. ഇനി ഇങ്ങനൊരു വിൻഡോ നിങ്ങൾ തുറക്കുന്ന സമയത്ത് നമുക്ക് ഇത്രയും താഴെ കുറേ ടൂൾസ് ഉണ്ട്. നമ്മുടെ താഴെ നമുക്ക് ആവശ്യമായ ടൂൾസ് ആണ് ഏറ്റവും താഴെ കിടക്കുന്ന ടൂൾസ്. നിങ്ങളത് നോക്കുക. അതിനകത്ത് ടെംപ്ലേറ്റ് ഏറ്റവും താഴെ ലെഫ്റ്റ് സൈഡിലായിട്ട് കണ്ടോ, ടെംപ്ലേറ്റ് എന്ന് കിടപ്പുണ്ട്. അത് തൽക്കാലം നമ്മൾ തൊടണ്ട. എലമെന്റ്സ് നോക്കുക. എലമെന്റ്സ് ആണ് നമുക്ക് ഇതിനാവശ്യമായ മറ്റ് സാധനങ്ങളൊക്കെ, ചെറിയ തൊങ്ങലൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട്, ഉൾപ്പെടുത്താനായിട്ടൊക്കെ ഈ എലമെന്റ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് തൊട്ടിപ്പുറത്ത് ടെക്സ്റ്റ് എന്നൊരു സാധനം കിടപ്പുണ്ട്. ടെക്സ്റ്റ്. ഇതിനകത്ത് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് ഈ ടെക്സ്റ്റിന്റെ ഓപ്ഷനിലൂടെയാണ്. അതിന്റെ തൊട്ടിപ്പുറത്തായിട്ട് ഗാലറി എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗാലറി. ആ ഗാലറി നമ്മൾ എടുത്താൽ നമുക്ക് ഫോട്ടോസ് ഒക്കെ ഉൾപ്പെടുത്തുന്ന സമയത്ത് നമ്മൾ ആ ഗാലറിയാണ് ഉപയോഗിക്കുന്നത്. അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. തൊട്ടിപ്പുറത്ത് ബ്രാൻഡ് ഉണ്ട്, അത് നിങ്ങളൊന്നും ചെയ്യേണ്ട. അപ്ലോഡ്സ് എന്നൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. അപ്ലോഡ്സ്. അത് നമ്മൾ മുൻകാലങ്ങളിലൊക്കെ നമ്മൾ ചെയ്ത സാധനങ്ങളൊക്കെ വേണമെങ്കിൽ അത് ഞാനിപ്പോൾ കുറച്ച് ഫോട്ടോ അതിനകത്ത് ഇടുകയാണെങ്കിൽ അത് ഈ അപ്ലോഡ്സിൽ കിടന്നോളും. നമുക്ക് പിന്നീട് അതിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും. തൊട്ട് താഴെ ടൂൾസ് എന്നൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. ഇത് നമുക്ക് പേനയ്ക്ക് പകരം നമുക്കൊരു സൈൻ ചെയ്യാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന സാധനമാണ് ഈ ടൂൾസ്. ഇത്രയും സാധനങ്ങൾ ഇപ്പോൾ തൽക്കാലം നമ്മൾ പരിചയപ്പെട്ടാൽ മതി. അപ്പോൾ ഞാൻ ഈ തടിയൂർ ഇമ്മാനുവൽ മാർത്തോമ ചർച്ച് എന്നുള്ള ഭാഗത്ത് ഒന്ന് വീണ്ടും ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ചതുരം വരും. അത് അതിനെ സെലക്ട് ചെയ്യുന്ന ഓപ്ഷനാണ്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് തടിയൂർ ഇമ്മാനുവൽ എന്ന് പറഞ്ഞ തടിയൂർ ഇമ്മാനുവൽ ഒരു വരിയും മാർത്തോമ ചർച്ച് അടുത്ത വരിയിലും പോകേണ്ടതാണ്. നീളത്തിൽ ഇട്ടാൽ അത് കാണാൻ കുറച്ച് അഭംഗി ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനെ ഒന്ന് മുറിക്കണമെങ്കിൽ എവിടെയാണോ മുറിക്കേണ്ടത് അവിടെ ഒന്ന് ടച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ തൊട്ട് താഴെ നമ്മുടെ കീപാഡ് വന്നു. അതിന്റെ തൊട്ട് താഴെ എൻ്ററിന്റെ ഒരു ഓപ്ഷൻ അടിച്ചു കഴിഞ്ഞാൽ ഇതിനെ ഇങ്ങനെ ആകും, രണ്ടായിട്ട് മാറും. കണ്ടോ, തടിയൂർ ഇമ്മാനുവൽ മാർത്തോമ ചർച്ച് എന്നൊരു സാധനം വന്നു. അതിന്റെ തൊട്ട് താഴെ ഇനി അടുത്ത് നമുക്ക് കയറ്റാനായിട്ട് നമ്മൾ പോകേണ്ടത് പാരിഷ് കൺവെൻഷൻ എന്നാണ് നമുക്ക് അടിക്കേണ്ടത്. അപ്പോൾ തൊട്ട് താഴെ 2028 എന്നൊരു സാധനം കിടപ്പുണ്ട്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. 2028 ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് ഒരു ചതുരക്കട്ട വരും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് സെലക്ട് ആയി. നമ്മൾ അടിക്കുക പാരിഷ് കൺവെൻഷൻ. പാരിഷ് കൺവെൻഷൻ എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ അതിനെ നമ്മൾ വലിച്ചു നീട്ടാം. ഇങ്ങനെ വലിച്ചാൽ മതി. അതിൻ്റെ ഒരു സെലക്ഷൻ്റെ ആ സാധനത്തിൽ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ നീണ്ടു വരും. പാരിഷ് കൺവെൻഷൻ. നമുക്ക് ഫോണ്ടൊക്കെ ഇനി മാറ്റേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ നമുക്ക് ഫോണ്ടുകൾ ധാരാളം ആയിരക്കണക്കിന് ഫോണ്ടുകൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് ഇനി മാറ്റേണ്ടതായിട്ട് അത് ഞാൻ അവസാനം പറയും. ഇപ്പം നമ്മൾ തൽക്കാലം ഇതിനകത്ത് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ അടിക്കുക. ആദ്യം നമ്മൾ തടിയൂർ ഇമ്മാനുവൽ മാർത്തോമ ചർച്ച് എന്ന് ടൈപ്പ് ചെയ്തു. അതിന് തൊട്ട് താഴെ ആ 2008 ക്ലിക്ക് ചെയ്ത് പാരിഷ് കൺവെൻഷൻ എന്നടിച്ചു. ഇനി നമ്മൾ തൊട്ട് താഴെ നമുക്ക് ഇതിനെ പറ്റി എന്തെങ്കിലും ഒരു എക്സ്ട്രാ സാധനം കൊടുക്കണമെങ്കിൽ
എംപവറിങ്. ഞാനിപ്പോൾ തൽക്കാലം എംപവറിങ് അവർ പാരിഷ് എന്നിടുക, അല്ലെ എംപവറിങ്. ആണ്, ഞാൻ അതിന്റെ തൊട്ട് താഴെ ഒരു ക്യാപ്ഷൻ ഫോർ ദ എംപവർമെന്റ് ഓഫ് അവർ പാരിഷ് എന്നിടുക. ചുമ്മാ ഇടുക, ചുമ്മാ ഒരു സാധനം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് എടുക്കാം. അപ്പോൾ നമ്മൾ തടിയൂർ ഇമ്മാനുവൽ മാർത്തോമ ചർച്ച് എന്ന് വന്നു, ഒരു പാരിഷ് കൺവെൻഷൻ എന്നൊരു സാധനം ഹെഡ് വന്നു, ഫോർ ദ എംപവർമെന്റ് ഓഫ് അവർ പാരിഷ്. ചുമ്മാ അത് ഇടുക, ചുമ്മാ റാൻഡമായിട്ട് ഇടുക. ഇതിന് തൊട്ട് താഴെ നമുക്ക് 3 പേരെ കാണാനായിട്ട് പറ്റും. അപ്പോൾ പാരിഷ് കൺവെൻഷൻ എപ്പോഴും നമുക്ക് വേണ്ടുന്നത്, ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പ്രസംഗകരെയാണ് വേണ്ടുന്നത്. അപ്പോൾ പ്രസംഗകരുടെ പേര്, നമ്മളിപ്പോൾ പ്രസംഗകരുടെ ഫോട്ടോ എങ്ങനെയാണ് ഇതിനകത്തോടെ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മളൊരു ഡിസൈൻ ചെയ്യുമ്പോൾ എപ്പോഴും ഇതിനകത്ത് എന്തൊക്കെ കണ്ടന്റുകളാണ് വേണ്ടുന്നത് അത് മാത്രം നമ്മൾ കൊടുക്കും. പിന്നതിന് ശേഷം മാത്രമേ ഡിസൈനിങ് ലെവലിലോട്ട് പോകത്തുള്ളൂ. ആദ്യം നമ്മൾ ഇതിനകത്ത് വേണ്ടുന്ന സാധനങ്ങളെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾ അവിടെ ഒരു ഫോട്ടോ, ഏതെങ്കിലും ഒരു ഇടതുവശത്ത് ആദ്യത്തെ ഫോട്ടോ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ആളുടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരൊരാളുടെ സെലക്ഷൻ വന്നു. എന്നിട്ട് തൊട്ട് താഴെ അതിന്റെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് റീപ്ലേസ് എന്നൊരു സാധനം കാണാം. റീപ്ലേസ് കണ്ടോ, റീപ്ലേസ്. അത് ജസ്റ്റ് ഒന്ന് റീപ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഗാലറി ഓപ്പൺ ആയി വരും. അപ്പൊ നിങ്ങൾ ഈ പ്രസംഗത്തിന് തൊട്ട് മുമ്പായിട്ട് പ്രസംഗകരുടെ എല്ലാം ഫോട്ടോ നിങ്ങൾക്ക് കിട്ടുമല്ലോ, അത് നിങ്ങളുടെ ഫോണിൽ ഉറപ്പായിട്ടും കാണും. അപ്പോൾ ആ ഗാലറിയാണ് ഓപ്പൺ ആയിട്ട് വരിക. ഇതിൽ നിൽക്കുമ്പോൾ തൊട്ട് താഴെ റീപ്ലേസ് എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് പാനൽ എന്ന് എഴുതി വെക്കണം, റീപ്ലേസ്. അപ്പോഴത്തേക്ക് താഴത്തെ ആ ടൂൾ ബാർ മാറി, ഇനി പുതിയ ടൂൾ ബാറാണ് വരുന്നത്. ഈ ഫോട്ടോയ്ക്ക് ആവശ്യമായ ടൂൾസ് ആണ് താഴെ ഇനി വരുന്നത്. അപ്പോൾ റീപ്ലേസ് എന്നൊരു സാധനം വന്നു. നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നേരെ അത് ഗാലറിയിലോട്ട് പോവുകയാണ്. ഇപ്പൊ ഞാനിവിടെ ചുമ്മാ റാൻഡമായിട്ട് കുറച്ച് ഫോട്ടോസ് കിടപ്പുണ്ട്. അപ്പോൾ ഗാലറിയിൽ നിന്ന് ഞാൻ ഒരാളുടെ, ഇപ്പോൾ ഇതൊരു ഒന്നാമത്തെ പ്രസംഗകനാണ്, അദ്ദേഹത്തിന്റെ ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ഫോട്ടോ അതാ ഇവിടെ വന്നു കഴിഞ്ഞു. നിങ്ങളിത് കണ്ടോ, അദ്ദേഹത്തിന്റെ ഫോട്ടോ ഞാനൊന്ന് സൂം ചെയ്യുകയാണെ, അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇവിടെ വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇദ്ദേഹത്തിന്റെ ഫോട്ടോയുടെ തല ഇതിനകത്ത് വന്നിട്ടില്ല, തല അങ്ങ് പോയി. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഏറ്റവും തൊട്ട് താഴെ ഇങ്ങനെ നീക്കുമ്പോൾ ഇടതുവശത്തോട്ട് ഈ ടൂൾസ് നീക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ക്രോപ്പ് എന്നൊരു സാധനം കാണും. ക്രോപ്പ് എന്നൊരു സാധനം കാണും. ജസ്റ്റ് ആ ക്രോപ്പിൽ ഞെക്കിയിട്ട് ഈ ഫോട്ടോ നമുക്ക് മുകളിലോട്ടോ താഴോട്ടോ ഇങ്ങനെ കൈകൊണ്ട് തന്നെ നിങ്ങളെ നീക്കാൻ പറ്റും. ഒരു സെക്കൻഡ്, ഞാനൊരു നിങ്ങൾ ഫോണ് എൻ്റെ ഒരു ഫോട്ടോയുടെ കാണാം. അതിനകത്ത് ഞാൻ എൻ്റെ ഫോണിൻ്റെ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അത് നോക്കിയാൽ ഒരുപക്ഷെ കുറച്ചുകൂടി എളുപ്പത്തിൽ അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അച്ഛാ അതുകൂടെ ഒന്ന് കാണിക്കാൻ പറ്റുമോ റൻസിയച്ചാ? ഇതാണ് കണ്ടോ, ഇതിങ്ങനെ ജസ്റ്റ് നമ്മളിങ്ങനെ കൈ കൊണ്ട് നീക്കിയാൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത്രയും പിടികിട്ടിയോ? ഇത്രയും നിങ്ങൾക്ക് പിടികിട്ടിയോ? ഞാൻ ഒന്നുകൂടെ ഈ പോർഷൻ ഒന്നുകൂടെ പറയാം, ഈ ഫോട്ടോ ചെയ്യുന്ന ഒന്നുകൂടെ ഞാൻ പറയാം. നമ്മുടെ തൊട്ട് മുകളിൽ, ഇതിന്റെ തൊട്ട് മുകളിലായിട്ട് ഒരു ബാഗ്, ഒരു അൺഡു ഓപ്ഷൻ ഉണ്ട്. അത് ഞെക്കിയാൽ നമുക്ക് പഴയലോട്ട് തന്നെ തിരിച്ചു പോകാനായിട്ട് പറ്റും. അൺഡു ഞെക്കാൻ പറ്റും. അതുപോലെ അത് തിരിച്ച് റീഡും ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ തടിയൂർ ഇമ്മാനുവൽ മാർത്തോമ ചർച്ച് നിന്ന് അടിച്ചു, പാരിഷ് കൺവെൻഷൻ അടിച്ചു, ഫോർ ദ എംപവർമെന്റ് ഓഫ് അവർ പാരിഷ്. ചുമ്മാ റാൻഡമായിട്ട് നമ്മൾ ഒരു അതിന്റെ താഴെ ഒരു ഇതോടെ കൊടുത്തു. എന്നിട്ട് നമ്മൾ ഇനി ഫോട്ടോ ചേഞ്ച് ചെയ്യുന്ന കാര്യത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഫോട്ടോയിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ തൊട്ട് താഴെ റീപ്ലേസ് എന്നൊരു ഓപ്ഷൻ വരും. റീപ്ലേസ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഗാലറിയിലുള്ള ഫോട്ടോസ് അവിടെ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ നമ്മുടെ ഏതാണ് വേണ്ടുന്നതെന്ന് വെച്ചാൽ അതൊന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സാധനം വന്നു കഴിയും. അതിനെ ഒന്ന് സൂം ചെയ്തിട്ട് ഇതിനെ നമുക്ക്, ഇദ്ദേഹത്തിന്റെ തല മുകളിലാണ്, മുഖം മാത്രമേ നമുക്ക് കാണുന്നുള്ളൂ. അപ്പൊ തൊട്ട് താഴെ അതിനുള്ള ടൂളുണ്ട്. തൊട്ട് താഴെയായിട്ട് ക്രോപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ക്രോപ്പ് ഒരു ഓപ്ഷൻ വരുമ്പോൾ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ നാക്കിയാൽ നമുക്കത് കൃത്യമായ രീതിയിൽ അതിനെ ക്രോപ്പ് ചെയ്ത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയും പിടികിട്ടിയോ? ആർക്കെങ്കിലും മനസ്സിലായോ? ഇല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. യെസ്, ഓക്കെ, താങ്ക് യു. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ അവിടെ പ്ലേസ് ചെയ്ത്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അദ്ദേഹത്തെ നമ്മൾ പ്ലേസ് ചെയ്ത്, ഇപ്പൊ ചെറിയൊരു ചരിവുണ്ട്, ഞാൻ ഒന്നുകൂടെ അതൊന്ന് അദ്ദേഹത്തെ ഏകദേശം ഒന്ന് അടുക്കാക്കി. നിങ്ങളും ഇതുപോലെ ചെയ്തു വന്നാൽ കുറച്ച് എളുപ്പമായിരിക്കും. ചുമ്മാ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും നിങ്ങളുടെ ഫോട്ടോ ഇട്ടാലും മതി തൽക്കാലത്തേക്ക്.
അപ്പോൾ അദ്ദേഹത്തിന്റെ ഫോട്ടോ ഞാൻ ഇട്ടു. ഇനി അദ്ദേഹത്തിന്റെ പേര് എനിക്ക് ഇടണം. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് തൽക്കാലം നേരത്തെ പോലെ നമ്മൾ ആ പേരിൽ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ അതിന് സെലക്ട് ആകും. നമ്മൾ ചുമ്മാതെ ഒരു ജോൺ, ഞാനിപ്പോ ഒരു ജോൺ മാത്യു എന്ന് അടിക്കുകയാണ്. ജോൺ മാത്യു എന്ന് അടിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ സ്ഥലം ഞാൻ തടിയൂർ എന്ന് അടിക്കുകയാണ്. തൊട്ട് താഴെ തടിയൂർ. ഇതാ വന്നു കഴിഞ്ഞു. അതിനുശേഷം ഞാൻ അടുത്ത ആളിലേക്ക് എടുക്കുകയാണ്. ഇത് ആ മീറ്റിംഗിലായിട്ട് ചിലപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണെങ്കിൽ നമുക്ക് ഇദ്ദേഹത്തെ കുറച്ച് വലുതാക്കി കാണിക്കാം. ഇപ്പൊ ഇവിടെ മെത്രാപ്പോലിത്തയുടെ അല്ലെങ്കിൽ മറ്റ് തിരുമേനിമാരുടെ ഒക്കെ പടം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്ത് അത് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഇതിനെയും സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. തൽക്കാലം ഞാൻ വീണ്ടും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും അത് സെലക്ട് ആയി. വീണ്ടും നമ്മൾ പഴയതുപോലെ തന്നെ താഴെ റീപ്ലേസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. റീപ്ലേസ് എടുക്കുക, അവിടുന്ന് അടുത്ത ആളുടെ പടം എടുക്കുക. അടുത്ത ആളുടെ പടം ഞാൻ എടുത്തു. കണ്ടോ, അയാളുടെ പടവും ഇതുപോലെ വരും. വന്നു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് വീണ്ടും താഴോട്ട് വരിക. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്രോപ്പ് ചെയ്യുക. ക്രോപ്പ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലോട്ട് അയാളുടെ തല മാറ്റുക. അയാളെയും എന്നിട്ട് ഡൺ, തൊട്ട് മുകളിൽ ഒരു ഡൺ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അയാളെ നമ്മളവിടെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അയാളുടെ പേര് നമുക്ക് മാറ്റണം. അയാളുടെ ഇത് ഞാൻ ബേസിക് മാത്രമേ പറയുന്നുള്ളൂ. ഇതിലുള്ള ടെംപ്ലേറ്റുകൾ പണിയുന്നത് എങ്ങനെയാണ് മാത്രമേ നമ്മളിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുള്ളൂ. അയാളുടെ പേര് നമ്മൾ മാറ്റാനായിട്ട് പോവുകയാണ്. അയാളുടെ പേരിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഒരു നീല കളർ വരും. നമ്മൾ അടിക്കുക. അയാളുടെ പേര് ഒരു എബ്രഹാം മാത്യു എന്ന് അടിക്കുകയാണ്. എബ്രഹാം മാത്യു. അയാളുടെ സ്ഥലം തിരുവല്ല എന്ന് വെച്ചു. ഇത് നമ്മുടെ കീപാഡിനകത്ത് തന്നെ ഇത് ക്യാപിറ്റൽ ലെറ്റർ ഒക്കെ മാറ്റി തിരുവല്ല എന്ന് വെച്ചു. അടുത്തത് ഇനി മൂന്നാമത്തെ ആളാണ്. അത് നമുക്ക് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക, റീപ്ലേസ് ചെയ്യുക. ഒരു സ്ത്രീ ആണെങ്കിൽ സ്ത്രീയുടെ പടം എടുത്തു. ഇതെല്ലാം അതിന് മുമ്പ് നമ്മൾ ഡൗൺലോഡ് ആക്കി വെച്ചേക്കണം കേട്ടോ. നമ്മുടെ ഫോണിൽ ആവശ്യമായ സാധനങ്ങളെല്ലാം നമ്മൾ നേരത്തെ തന്നെ ഡൗൺലോഡ് ആക്കി വെച്ചേക്കുക. അയാളുടെ ഫോട്ടോ വന്നു. വന്നു കഴിഞ്ഞാൽ ഉടനെ തൊട്ട് താഴെ ക്രോപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ആ ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ നമുക്ക് കിട്ടി. അവരുടെ പേര് നമ്മൾ മാറ്റുന്നു. ഒരു പേരിടുന്നു. സാറ മാത്യു എന്നിടുന്നു. സാറ മാത്യു. അവരുടെ സ്ഥലം നമ്മൾ ഇടുന്നു. കോട്ടയം. എന്താണോ അവരുടെ നമുക്ക് എക്സ്പ്ലനേഷൻ അവിടെ കൊടുക്കാനായിട്ട് പറ്റും. ഇത്രയും പിടികിട്ട് ഫോട്ടോ മാറ്റുന്നത് പറഞ്ഞുതരാം. അത് നിങ്ങൾ ആ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ, ഇപ്പൊ ഞാൻ നടുക്കലത്തെ ഫോട്ടോയിൽ ഞാൻ ഈ ക്യാമറ നിങ്ങൾക്ക് കാണാമല്ലേ, ക്യാമറ ഈ ഫോൺ ക്യാമറ കാണാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ആ ഫോട്ടോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തൊട്ട് താഴത്തെ വേറെ ടൂൾ ബാർ വന്നു. അവിടെ റീപ്ലേസ് ഇടതുവശത്തായിട്ട്, ഏറ്റവും താഴെ ഇടതുവശത്തായിട്ട് കിട്ടിയോ വെച്ചാ വിനു വെച്ചാ നിങ്ങൾ ആ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ടൂൾ ബാർ കംപ്ലീറ്റ് മാറും. പിന്നെ ആ ഫോട്ടോയ്ക്ക് വേണ്ടുന്ന ടൂൾസ് ആണ് താഴെ വരുന്നത്. അപ്പൊ ആദ്യം നമുക്ക് വേണ്ട റീപ്ലേസ് ആണ്. ഏറ്റവും ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴെ നോക്കുക. അപ്പൊ അതാണ്ട് റീപ്ലേസ് കണ്ടോ, ഇടതുവശത്ത് കണ്ടോ. അവിടെ നമുക്ക് ആരെ വേണമെങ്കിലും ഇതുപോലെ നമുക്ക് മാറ്റാനായിട്ട് പറ്റും. ഞാൻ വേണമെങ്കിൽ ഇദ്ദേഹത്തെ എനിക്ക് ചേഞ്ച് ചെയ്യണം, പെട്ടെന്ന് പ്രസംഗം മാറി. അപ്പൊ അതാണ് ഞാൻ ഗാലറി എടുത്തപ്പോൾ അത് ഇങ്ങനെയാ വന്നത്. ഉടനെ ഞാൻ അത് സെലക്ട് ചെയ്യുക. എന്താ ചെയ്യേണ്ടത്? തൊട്ട് താഴെ നമുക്കൊരു ക്രോപ്പ് ഓപ്ഷൻ ഉണ്ട്. ആ ക്രോപ്പ് എടുക്കുക. അതിനെ ഇങ്ങനെ ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ വലിച്ചാൽ മതി. കണ്ടോ, നമ്മുടെ 2 വിരൽ ഉപയോഗിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സാധനം വരും. താണ്ടെ ആള് വന്നു. തൊട്ട് താഴെ ഒരു ക്ലിക്ക് ഒരു ടിക്ക് കാണും. നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വന്നു കഴിഞ്ഞു. ഇത്രയും പിടി കിട്ടിയോ? ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ഥലം സമയം ഇടുക എന്നുള്ളതാണ്. ഇതിനകത്ത് ഓൾറെഡി സ്ഥലത്തിന്റെ ഒക്കെ ടെംപ്ലേറ്റ് കിടപ്പുണ്ട്. അപ്പൊ ഞാനിപ്പോൾ തൽക്കാലം ഇപ്പൊ നമുക്ക് ഇത് ഫ്രൈഡേ ആണ് നമ്മുടെ പരിപാടി ആരംഭിക്കുന്നത്. ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ആണ് നമ്മുടെ പരിപാടി ആരംഭിക്കുന്നത്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ആ സ്ഥലം എന്നുള്ളതോട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ വീണ്ടും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു നീല രീതിയിലോട്ട് അത് മാറും. എന്നിട്ട് നമുക്ക് ഏത് സമയമാണ് ഫ്രൈഡേ, നമ്മൾ അവിടെ സെലക്ട് ചെയ്യുന്നു ഫ്രൈഡേ. എന്നിട്ട് ഫ്രൈഡേ മതി, നമുക്ക് ഇത്രയും മതിയല്ലോ. ഫ്രൈഡേ ഡേറ്റ് വേണേൽ കൊടുക്കാം. നമ്മുടെ ഡേറ്റ് നമ്മൾ ഏത് ഡേറ്റ് ആണ് ഇപ്പോൾ 12 ഒരു കുത്തിടുക. പന്ത്രണ്ട് എട്ട് കുത്തിടുന്നു.
2026. ഈ ടൈപ്പിങ്ങിനെ പറ്റി ഞാൻ കൂടുതൽ പറയാം, അതൊക്കെ നമുക്ക് അച്ഛന്മാരെല്ലാവരും ഉപയോഗിക്കുന്നത്, അത് കൃത്യമായിട്ട് അറിയാം. സമയം തൊട്ട് താഴെ കിടപ്പുണ്ട്, സമയം നമുക്കിടാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയം വരും. ജസ്റ്റ് അത് സെലക്ട് ചെയ്യുക. 6 മണിയാണ്, PM AM മാറ്റി ഞാനത് PM ആക്കുന്നു. 6 PM, ഫ്രൈഡേ 12/8/2026 at 6 PM എന്ന് മാറ്റി. ഇനി നമുക്ക് സ്ഥലമാണ്. അപ്പോൾ വീണ്ടും നമ്മളത് ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തോട്ട് നമ്മൾ മാറി. ഓഡിറ്റോറിയം സെലക്ട് ചെയ്തു. അവിടെ ഇതുപോലെ വേണമെങ്കിൽ ഇത് ഇപ്പോൾ പാരിഷ് ചർച്ച് ഓഡിറ്റോറിയം. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ അങ്ങോട്ട് ചർച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചർച്ച് ഓഡിറ്റോറിയമായി. അതുകൊണ്ട് അതിൻ്റെ എല്ലാ എംബ്ലം നമുക്കിവിടെ അവൈലബിൾ ആണ്. ലൊക്കേഷൻ എംബ്ലം ഇവിടെ അവൈലബിൾ ആണ്. അതിനെപ്പറ്റി വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ ജസ്റ്റ് ചർച്ച് ഓഡിറ്റോറിയം എന്ന് മാത്രം മാറ്റാം. ഇത്രയും നിങ്ങൾക്ക് കിട്ടിയെന്ന് പ്രതി. ഇതൊക്കെ വളരെ ഇത് ഉപയോഗിക്കുന്നവർക്ക് വളരെ സിമ്പിൾ ആയിരിക്കും. ഇത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ ഇച്ചിരി ബുദ്ധിമുട്ട് വരത്തുള്ളൂ. ഇത്രയും ക്ലിയർ ആണോ? യെസ്. അപ്പോൾ ഇതാണ് ബേസിക് കാര്യം. ഇത്രയാണ് നമ്മുടെ കൺവെൻഷൻ ആവശ്യമായിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ആവശ്യം ഇതൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളുടെ മെയിൽ ID ഒക്കെ കൊടുക്കാം, അല്ലെങ്കിൽ ഫോൺ നമ്പർ. ഇപ്പോൾ സെക്രട്ടറി ആണ്, താഴെ സെക്രട്ടറി ഉണ്ട്, സെക്രട്ടറിയുടെ നമ്പർ കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനത് മാറ്റുകയാണ്. എന്നിട്ട് എനിക്ക് തൊട്ട് താഴെ ഒരു സാധനം ഇവിടെ മാറ്റണം. ഇത് ഞാൻ കളയുകയാണ്. എന്നിട്ട് തൊട്ട് മുകളിൽ നിങ്ങൾക്ക് ഒരു ഡിലീറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതിലടിച്ച് കഴിഞ്ഞാൽ ഡിലീറ്റ് ആയിപ്പോവും. ഇനി ഒരു സാധനം ഇവിടെ എനിക്ക് ആവശ്യമുണ്ട്. ഇവിടെ ഓൾ ആർ വെൽക്കം എന്നൊരു, അല്ലെങ്കിൽ യു ആർ വെൽക്കംഡ് എന്നൊരു സാധനം എനിക്കിവിടെ എഴുതേണ്ട ആവശ്യമുണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? പുതിയൊരു ഫോണ്ട് ഞാൻ ഇടാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ചെയ്യേണ്ടത്, ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഫോണ്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഒരു പുതിയ ഫോണ്ട് കൊടുക്കാനായിട്ട് ഇതാണ്ട് തൊട്ട് താഴെ ടെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കിടക്കും. തൊട്ട് താഴെയായിട്ട് ടെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കിടക്കണം. കണ്ട ടൂൾ ബാർ തൊട്ട് താഴെ ടെക്സ്റ്റ്. ചുമ്മാ ടെക്സ്റ്റിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ വലിപ്പം അനുസരിച്ച് ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് എടുക്കുക. ചുമ്മാ അടിച്ചു കഴിഞ്ഞാൽ ആ ടെക്സ്റ്റ് അവിടെ വന്നു. നമ്മളവിടെ എടുക്കുകയാണ് യു ആർ വെൽക്കംഡ്. ആ സ്ഥലത്തോട്ട് നമുക്കിത് ഇങ്ങനെ ചുമ്മാ കൈകൊണ്ട് തന്നെ നീക്കിയാൽ മതി. ഇങ്ങനെ വന്നു. അപ്പോൾ ഇതിനകത്തൊരു പ്രോബ്ലം ഉണ്ട്. ഇത് നീല കളറാണ്, ഇത് കറുപ്പാണ്, നമുക്കൊന്നും കാണത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ കളർ നമുക്ക് മാറ്റാനുള്ള ഓപ്ഷൻ അപ്പോഴത്തേക്ക് താഴെ വന്നു. കളർ എന്നൊരു ഓപ്ഷൻ കണ്ടോ? തൊട്ട് താഴെ കളർ എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ജസ്റ്റ് ആ കളറിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം കളറുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെ കൈകൊണ്ട് നീക്കിയാൽ, ആ വീഡിയോ നോക്കിയതും കാണാൻ പറ്റും. ഇങ്ങനെ കൈകൊണ്ട് നീക്കിയാൽ ധാരാളം കളർ ഇവിടെ ആവശ്യമാണ്. നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ എപ്പോഴും ഓർക്കുക, വെറുതെ കളറുകൾ വാരിക്കോരി ഇടുന്നതിലുള്ള കാര്യം 2 or 3 കളറുകൾ, പരമാവധി 1 or 2, മാക്സിമം 3 കളറിൽ കൂടുതൽ ഒരു പോസ്റ്ററിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത് പ്രൊഫഷണലായിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മതി. പരമാവധി 3 കളറിലുള്ള, പരമാവധി നമ്മൾ ആ ഫോണിൽ ഒരു 3 കളറ് ഉപയോഗിച്ചാൽ മതിയായിരിക്കും നമ്മുടെ പോസ്റ്ററിന്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. ബേസിക് ആയിട്ട് ഇതിനകത്ത് ഈ പോസ്റ്റർ ഒന്ന് ബാക്ക് എടുത്ത് നോക്കിയാൽ ഇതിനകത്ത് നീല കളറാണ് ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നത്. നീലയും വൈറ്റിന്റെ ഒരു കോമ്പിനേഷനാണ് ഈ പോസ്റ്റർ. അതിനാണ് അതിന്റെ ഭംഗി. അപ്പൊ നിങ്ങൾക്ക് ഈ കളറും ഇതെന്തോ ചെയ്യണം, ഇത് നമ്മൾ വൈറ്റ് ആക്കാം. നിങ്ങൾ ജസ്റ്റ് കളറിൽ ക്ലിക്ക് ചെയ്തു. കളറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ വേണ്ട വന്നു. ഇത്രയുള്ള സംഭവം. ഇനി നമുക്ക് ഇതിന്റെ ഫോണ്ട് മാറ്റാം. നമുക്ക് ഇഷ്ടപ്പെട്ട ഫോണ്ടിലേക്ക്. ഇതിന് പറ്റിയ ഒരു യു ആർ വെൽക്കംഡ് എന്നുള്ളതിന് പറ്റിയ ഒരു ഫോണ്ട് അല്ല അത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം? നമുക്ക് തൊട്ട് താഴെ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തൊട്ട് താഴെ അതിന് പറ്റിയ ടൂളെല്ലാം വന്നു. അപ്പൊ നമ്മൾ ആ ഫോണ്ട് അവിടെ കിടപ്പുണ്ട്. ഫോണ്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഫോണ്ട് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ധാരാളം ഫോണ്ടുകൾ അവിടെ അവൈലബിൾ ആവും. കണ്ടോ? ധാരാളം ഫോണ്ടുകൾ താഴെ വന്നിട്ടുണ്ട്. അതിന്റെ തൊട്ട് മുകളിലായിട്ടൊരു ചെറിയ ആരോ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒരു ചെറിയ ആരോ, ഒരു കൊച്ചൊരാരോ കാണാൻ പറ്റും. ആ ആരോയിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇഷ്ടംപോലെ ഫോണ്ടുകൾ, നമുക്ക് ആയിരക്കണക്കിന് ഫോണ്ടുകൾ ഈ ക്യാൻവയിൽ അവൈലബിൾ ആണ്. മറ്റൊരു ആപ്പിലും ഇല്ലാത്തതുപോലെ ആയിരക്കണക്കിന് ഫോണ്ടുകൾ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോണ്ടിലോട്ട് ഞാൻ തൽക്കാലം ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഈ ഒരു ഫോണ്ടിലേക്ക് ഞാൻ മാറുകയാണ്. കണ്ടോ? അപ്പോഴത്തേക്ക് യു ആർ വെൽക്കംഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം നമുക്ക് വന്നു. ഇപ്പൊ ബേസിക് സാധനങ്ങളെല്ലാം നമുക്ക് വന്നു. ഇനി നമുക്ക് ഇതിനെ ചെറിയ രീതിയിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന്റെ ഒരു
പിന്നെ പ്ലേസ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മളൊന്ന് മാറ്റണം. നിങ്ങൾ നോക്കിയാട്ടെ. അപ്പോൾ ഏതാണോ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് അത് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി, അത് ഡയറക്റ്റ് സെലക്ട് ആയിക്കോളും. തടിയൂർ ഇമ്മാനുവൽ മാർത്തോമ ചർച്ച് എന്നുള്ളത് എനിക്കൊന്ന് വലുതാക്കണം. അപ്പോൾ ഞാൻ എന്തോ ചെയ്യുന്നത്, നേരെ തടിയൂർ ഇമ്മാനുവൽ മാർത്തോമ ചർച്ച് ക്ലിക്ക് ചെയ്യുന്നു. പിന്നെ എനിക്ക് അപ്പോൾ ഈ ഇതിപ്പോൾ നോക്കിയാട്ടെ, ഇതിൻ്റെ ഈ 2 വരി തമ്മിൽ കുറച്ച് ഗ്യാപ്പ് കൂടുതലാണെന്ന് എനിക്ക് തോന്നുകയാണ്. ഈ 2 വരികൾ തമ്മിൽ ഗ്യാപ്പ് കൂടുതൽ തോന്നുകയാണെങ്കിൽ തൊട്ട് താഴെ ഫോണ്ട്, ടെക്സ്റ്റ് സ്റ്റൈൽസ്, ഫോണ്ട് സൈസ്, കളറ്, ഒരു ഇത് സ്പേസിങ്ങിനുള്ള സാധനമാണ്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പേസിങ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, ലൈൻ സ്പേസിങ്, ലെറ്റർ സ്പേസിങ്. നമുക്ക് ഇതിന്റെ ലെറ്റർ വലിച്ചു നീട്ടണമെങ്കിൽ അങ്ങനെ നീട്ടാം. ലൈൻസ് തമ്മിലുള്ള ഗ്യാപ്പ് കുറയ്ക്കണമെങ്കിൽ കൂട്ടണമെങ്കിൽ അത് ഞെക്കിയാൽ മതി. അതും റെഡി. അപ്പൊ ഈ താഴത്തെ ടൂൾസ് കൂടെ ഞാൻ പെട്ടെന്ന് പരിചയപ്പെടുത്താം. നിങ്ങൾ ആ ഫോണ്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ കണ്ടോ ഫോണ്ട്. ലൈൻ സ്പേസിങ് എവിടുന്ന് എടുത്തത്? അച്ഛാ അത് പറയാം. ഈ ഫോണ്ടിൽ ആ തടിയൂർ ഇമ്മാനുവൽ മാർത്തോമ ചർച്ചിനുള്ള അല്ല നിങ്ങളുടെ ഒന്ന് ക്ലിക്ക് ചെയ്യാമോ? ക്ലിക്ക് ചെയ്യുമ്പോൾ തൊട്ട് താഴെ ആ ഫോണ്ടിന് ആവശ്യമായ ടൂൾസ് താഴെ വരും. അഡ്വാൻസ്ഡ് തൊട്ട് താഴെ നിങ്ങൾ ആ നീക്കുമ്പോൾ, ആ ബാർ ഇങ്ങനെ നീക്കുമ്പോൾ കണ്ടില്ലേ? ഞാനിപ്പോൾ അതൊന്ന് പരിചയപ്പെടുന്നത് എന്തൊക്കെയാണെന്ന്. ഒന്ന് അതിൻ്റെ ആദ്യം കാണുന്നത് ഫോണ്ടാണ്. നമുക്ക് ഫോണ്ടുകൾ ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെ കുറേ വരും. ഈ ജസ്റ്റ് ആരോ മാർക്കിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഫോണ്ടുകൾ നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് ഏത് ഫോണ്ടാണോ വേണ്ടുന്നത് അതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ ടെക്സ്റ്റ് സ്റ്റൈൽസ് നമുക്ക് കാണാൻ പറ്റും. തൽക്കാലം നിങ്ങൾ അത് തൊടാതിരിക്കുന്നതാണ് നല്ലത്. അത് നമ്മൾ കുറച്ച് പ്രൊഫഷണൽ സ്റ്റൈലിലോട്ടൊക്കെ പോകുന്ന സമയത്ത് അത് ഉപയോഗിച്ചാൽ മതി. പിന്നെ ഫോണ്ട് സൈസാണ്. അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച്, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർക്ക് അറിയാമല്ലോ, ആവശ്യത്തിനനുസരിച്ച് അത് വലുതാക്കി വേണ്ടി ഇവിടെ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്ത് ഈ പ്ലസ്സിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ ഫോണ്ട് വലുതാവുകയും ചെറുതാവുകയും ചെയ്യും. ഇനി അല്ല റാൻഡമായിട്ട് വേണമെങ്കിൽ നമുക്ക് 45 എന്നുള്ളിടത്തൊന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും കിട്ടും. അപ്പോൾ അതാണ് ഫോണ്ട് സൈസ്. പിന്നെ നമ്മൾ കാണാൻ പറ്റുന്നത് കളറാണ് കാണാൻ പറ്റുന്നത്. ആ കളർ ഞെക്കിയാൽ നമ്മുടെ ഈ സെലക്ട് ചെയ്ത സാധനത്തിന് ഏത് കളറാണോ വേണ്ടുന്നത്, ഇപ്പൊ റെഡ് വേണമെങ്കിൽ റെഡ് ഒന്നും ഒരിക്കലും കൊടുക്കരുത്, ബ്ലൂവിൻ്റെ കൂടെ ഒരിക്കലും റെഡ് കൊടുക്കരുത്. പരമാവധി അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കളറുകൾ മാത്രമേ കൊടുക്കാവൂ. ചിലർ ഈ റോസ് ഒക്കെ ഇതിൻ്റെ കൂടെ ഇട്ട് കളയും, അത് അല്ലെങ്കിൽ വേറെ കളർ, അത് പരമാവധി ഉപയോഗിക്കാതിരിക്കാൻ നോക്കണം. ഇതിപ്പോൾ വൈറ്റ് ബ്ലൂ കോമ്പിനേഷൻ ഉള്ള ഒരു പോസ്റ്ററാണ്, അപ്പോൾ അതിനകത്ത് സെയിം കളറുകൾ തന്നെ ഉപയോഗിക്കുക. അപ്പോൾ ഇത് കളറാണ്. അതിന്റെ തൊട്ടിപ്പോഴത്തെ ഫോർമാറ്റ് ഒരു ബി കണ്ടോ? നിങ്ങൾ ഒരു ബി കണ്ടോ? അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ബോൾഡ് ആക്കണമെങ്കിൽ ബോൾഡ് ആക്കാം, ഇറ്റാലിയൻ ആക്കണമെങ്കിൽ ഇറ്റാലിയൻ ആക്കാം, ഇതിനെ അണ്ടർലൈൻ ചെയ്യണമെങ്കിൽ അതിനൊരു പരിപാടിയുണ്ട്. ഇതിന്റെ സ്മോൾ ലെറ്റർ, ക്യാപിറ്റൽ ലെറ്റർ കണ്ടോ? പിന്നെ ഇതിന്റെ നമുക്ക് ലെഫ്റ്റ് അലൈൻമെന്റ് ആണോ, റൈറ്റ് അലൈൻമെന്റ് ആണോ, സെന്റർ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ കാണും. ഇത്രയും മനസ്സിലായോ? ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. ആദ്യം നമ്മൾ ഈ തടിയൂർ ഇമ്മാനുവൽ എന്നുള്ള പേരിട്ടു. പാരീഷ് കൺവെൻഷൻ എന്താണോ, ഇനി നമുക്ക് നമ്മുടെ ഇതനുസരിച്ച് ഇതിന്റെ സ്റ്റൈലൊക്കെ മാറ്റാം കേട്ടോ. ഈ പാരീഷ് കൺവെൻഷൻ എന്നുള്ളതിന്റെ സ്റ്റൈലൊക്കെ നിങ്ങൾക്ക് തന്നെ മാറ്റാം. അതിനെ ഒന്ന് വലുതാക്കി ചെറുതാക്കി ചെയ്തതിന് ശേഷം ധാരാളം ഫോണ്ടുകൾ താഴെ കാണും. ഫോണ്ട് എടുക്കുക, ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക, ഇഷ്ടംപോലെ ഫോണ്ടുകൾ കാണും. അതിന് പറ്റിയ ആ ഒരു പ്രോഗ്രാമിന്റെ സീരിയസ്നെസ്സിന് പറ്റിയ രീതിയിലുള്ള ഒരു ഫോണ്ട് എടുക്കുക. ഇഷ്ടംപോലെ ഫോണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ? അപ്പൊ അതിന് ആയിരക്കണക്കിന് ഫോണ്ടുകൾ നമുക്കുണ്ട്. അപ്പൊ നമുക്ക് അതിന് ആ പ്രോഗ്രാമിന് പറ്റിയ ഒരു ഫോണ്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് എടുക്കുക. മിക്കവാറും ഇതിനകത്ത് കൊടുത്തിരിക്കുന്നതൊക്കെ നല്ല ഫോണ്ടുകളാണ്. ഞാനിപ്പോ ഒരു ഫോണ്ട് ഇമ്പാക്ട് എന്ന് പറയുന്ന ഫോണ്ട് ഇട്ടു എന്നിട്ട് അതിനെ വലുതാക്കിയാൽ പാരീഷ് കൺവെൻഷൻ. ഇപ്പൊ നിങ്ങൾക്ക് നമ്മൾ ചെയ്ത് ഇത് പഠിക്കത്തോളൂ. അപ്പോൾ ആ ഫോണ്ട് നമ്മൾ ഒന്ന് മാറ്റി ഇങ്ങനെയാക്കി. ഇത്രയും പിടി കിട്ടിയോ? ഇത്രയും ചെയ്തതിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ചുമ്മാർക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഒരു സ്പീഡ് ആവുന്നുണ്ടോ എനിക്ക് സംശയമുണ്ട്. ഓക്കെ, താങ്ക് യു. ഇത്രയും പിടി കിട്ടിയോ? ഇത്രയും പിടി കിട്ടിയെങ്കിൽ നമുക്ക് അടുത്ത ഇതാണ് ഒരു സാധാരണ എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ഇത്രയും കഴിഞ്ഞു, നമുക്ക് മനസ്സിലായി. തൽക്കാലം ഇത്രയും മതി. ഇനി വേറെ കാര്യമുണ്ട്, ഇതിനകത്ത് നിങ്ങൾക്ക് ഈ ഡിസൈൻ കണ്ടോ? ഇതിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും കണ്ടോ? ഈ എലമെന്റുകളെല്ലാം നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചാൽ ഇതിങ്ങനെ മാറും. അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. അതും വലുതാക്കി ചെറുതാക്കിയൊക്കെ ചെയ്യാം. എന്റെ മൂലയ്ക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വലുതാവുകയും ചെറുതാവുകയൊക്കെ ചെയ്യും. ഇനി അത് വേണ്ടെങ്കിൽ അതങ്ങ് കളയാം. ഇങ്ങനെ അത് വേണ്ടെങ്കിൽ ജസ്റ്റ് ഡിലീറ്റ് ചെയ്തുകൊണ്ട് തൊട്ട് താഴെ അതിന് ഡിലീറ്റ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ജസ്റ്റ് അതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് പോകും കണ്ടോ? ഇനി
ദാണ്ട വീണ്ടും ഒരു 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 ത്രികോണമുണ്ട്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്കൊന്ന് മാറ്റി പിടിക്കണമെങ്കിൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരിങ്ങനെ സാധനം വരും, കണ്ടോ? അത് നമുക്ക് ചേഞ്ച് ആക്കാനായിട്ട് പറ്റും. മാറ്റിക്കഴിഞ്ഞാൽ അടുത്ത അടി വേറെ ഫോട്ടോ കിടപ്പുണ്ട്, അത് നമുക്ക് മറ്റേ ഫോട്ടോ മാറ്റുന്നത് പോലെ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് റീപ്ലേസ് എടുത്തു കഴിയുമ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലും സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ ഒരു കുരിശ് കിടപ്പുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ കുരിശ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ കുരിശ് വരും, കണ്ടോ? ആ കുരിശ് വരും. അപ്പൊ എനിക്കിപ്പോ അതിൽ ക്രോപ്പ് താഴെ കൊണ്ടുവരിക, അതൊന്ന് ക്രോപ്പ് ചെയ്യുക. ക്രോപ്പ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ സ്റ്റൈലായിട്ട് വരും. ഇതാണ്ട് ആ കുരിശ് അവിടെ ക്രോപ്പ് ചെയ്ത് വെച്ചു. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കുരിശും വന്നു. ഇങ്ങനെയാണ് നമ്മൾ ഒരു പോസ്റ്റർ പെട്ടെന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ തോന്നും, പക്ഷെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ 5 മിനിറ്റ് കൊണ്ട്, എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഗ്രൂപ്പിൽ തന്നെ ഈ ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിച്ച ശേഷം അച്ഛന്മാർ പലരും അത് ഡൗൺലോഡ് ചെയ്യുകയും എന്നാൽ ഇപ്പോൾ ഭംഗിയായിട്ട് ചെയ്യുന്ന അച്ഛന്മാരും ഈ ഗ്രൂപ്പിൽ തന്നെ എന്നെ കേൾക്കുന്നുണ്ട്. അപ്പൊ അവർക്കത് പെട്ടെന്ന് മനസ്സിലാകും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഒരു പോസ്റ്റർ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇപ്പൊ ഇത്രയും കഴിഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ റെഡിയാണ്, ഇത് പോസ്റ്ററിൽ ഞാൻ ഓക്കെ ആണെങ്കിൽ തൊട്ട് മുകളിൽ ഇതിന്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു സേവ് ഓപ്ഷൻ കിടപ്പുണ്ട്, കണ്ടോ? ഒരു അപ്ലോഡ് ഓപ്ഷൻ കിടപ്പുണ്ട്. ജസ്റ്റ് നിങ്ങൾ അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കിത് ഡൗൺലോഡ് നിങ്ങളുടെ ഫോണിൽ വേണം. ജസ്റ്റ് ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഏത് രീതിയിലുള്ള പോസ്റ്ററാണ് വേണ്ടത്, ഇപ്പൊ PNG അതിലത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ JPG ഓപ്ഷനിലാണ് നമ്മൾ സാധാരണ നമ്മുടെ ഫോട്ടോസ് എല്ലാം ഫോർമാറ്റ് JPG ഫോർമാറ്റ് ആണ്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ വേറെ ഒന്നും ഇപ്പൊ തൽക്കാലം പിടിക്കാൻ പോകണ്ട. PDF വേണേൽ PDF ആയിട്ട് കിട്ടും, ഇഷ്ടംപോലെ സാധനം താഴോട്ട് കിടപ്പുണ്ട്. അപ്പൊ നമ്മൾ JPG എന്ന് പറഞ്ഞ ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും തൊട്ട് താഴെ ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഡൗൺലോഡ് ചെയ്യുക. അത് ഫോട്ടോ തനിയെ ഡൗൺലോഡ് ആവുകയാണ്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം, നിങ്ങളുടെ അറിവിലേക്ക് ഒന്നുകൂടെ പറയുകയാണ്. നമ്മൾ ഡിസൈൻ നമുക്ക് ഇഷ്ടപ്പെട്ട് ഓക്കെ ആണ്, ഞാനിത് ഇടവക ഗ്രൂപ്പിലേക്ക് കൊടുക്കാൻ പോവുകയാണ്. അപ്പൊ ഞാൻ ചെയ്യേണ്ടത് ഈ ഡൗൺലോഡിന്റെ തൊട്ട് മുകളിൽ ഏറ്റവും മുകളിലായിട്ട് ഒരു ഡൗൺലോഡിന്റെ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്തു, ഒരു ആരോ മാർക്ക് ഉണ്ടോ, മേളിലോട്ട് ഒരു ആരോ മാർക്ക് പോകുന്ന ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ വന്നു. ആ ഡൗൺലോഡ് ഞാനൊന്ന് ഞെക്കി കഴിയുമ്പോൾ ഇവിടെ നമ്മൾ എടുക്കുക JPG PNG എന്നായിരിക്കും മിക്കവാറും കിടക്കുക. നമ്മളത് JPG ഓപ്ഷനിലോട്ട് മാറ്റുക. എന്നിട്ട് വീണ്ടും താഴെ ജസ്റ്റ് ഡൗൺലോഡ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാധനം ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡൗൺലോഡ് കംപ്ലീറ്റഡ്. ഇനി നമ്മൾ ഷെയർ എന്നൊരു ഓപ്പൺ അല്ല, ഷെയർ. ഇനി നമ്മൾ വാട്സാപ്പിലേക്ക് എടുക്കുകയാണ്. ഷെയർ അപ്പോഴത്തേക്ക് വാട്സാപ്പിൽ ഓപ്ഷൻസ് വന്നു. അപ്പൊ ഞാൻ വാട്സാപ്പ് എടുത്തു. പള്ളിയുടെ ഗ്രൂപ്പിലാണോ അയക്കേണ്ടത്, എവിടെ വെച്ചാലും അതിടുക. ഞാൻ വേണ്ടുന്ന ആൾക്ക് അത് അയച്ചു കൊടുത്തു. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇത് ഓട്ടോമാറ്റിക് സേവ് ആണ്. നമ്മുടെ ഫോണിൽ അത് അങ്ങനെ തന്നെ കിടന്നോളും, സേവ് ആയി കിടന്നോളും. അതുകൊണ്ട് ഒന്നും തന്നെ നഷ്ടപ്പെടത്തില്ല. ഇങ്ങനെയാണ് നമ്മൾ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഇത് ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ ആ പോസ്റ്റർ അവിടെ തന്നെ ഉണ്ടാകും. ഇനി നാളെ നിങ്ങൾക്ക് ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആ ഫോട്ടോ മാറ്റി ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇങ്ങനെയാണ് ഒരു A4 നമ്മൾ പെട്ടെന്ന് ഒരു A4 സൈസുള്ള പോസ്റ്റർ നമ്മൾ പെട്ടെന്ന് ഡിസൈൻ ചെയ്യുന്നത്. ഇനിയും കാണിക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ പലരും കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയായിരിക്കും, പേടിക്കണ്ട. ഇനി ഞാൻ കാണിക്കാം. ഇനി നിങ്ങൾക്ക് അടുത്ത് നിങ്ങളുടെ പള്ളിയിൽ പെട്ടെന്ന് ഒരു മരണം ഉണ്ടായി, ഒരു അമ്മച്ചി മരിച്ചുപോയി. അപ്പൊ അത് ഇടവക്കാരെ അറിയിക്കണമെങ്കിൽ പെട്ടെന്ന് നമ്മളല്ലാതെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ശ്രദ്ധിക്കത്തില്ലെന്ന് വരാം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അമ്മച്ചിയുടെ പോസ്റ്റ് ഒരു ഒബിച്ചറി കാർഡായിട്ട് ആരെയും ആശ്രയിക്കാതെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നേരെ വീണ്ടും ക്യാൻവയിലേക്ക് വന്നു. വീണ്ടും നമ്മൾ ആ ഓപ്ഷൻസ്, സെർച്ചിന്റെ ഓപ്ഷൻ എടുത്തു. അവിടെ നമ്മൾ അടിക്കേണ്ടത് A4. അത് നിങ്ങളൊന്ന് എഴുതി വെച്ചേക്കണം. A4 സൈസ് ഒബിച്വറി എന്നടിച്ചാൽ മതി. ഉടനെ അത് വന്നോളും. അതിന്റെ ടെംപ്ലേറ്റ് വരും, ഒബിച്വറി എന്നടിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് A4 സൈസിലുള്ള ഒബിച്വറികൾ ധാരാളം വരും. കണ്ടോ? നിങ്ങൾ കിട്ടിയോ? സുമാർക്ക് കിട്ടിയോ? ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങൾ ആ തൊട്ട് താഴെ നമ്മുടെ പ്രോ വേർഷൻസ് ആരും എടുക്കരുത്. ആ തൊട്ട് താഴെ ഒരു മഞ്ഞ കളർ കാണാം, അത് എടുക്കണ്ട.
അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് പറ്റുന്ന ഒരു ഡിസൈൻ നിങ്ങൾ നോക്കുക. ഞാനിപ്പോൾ ഇതിനകത്ത് നിന്ന് എടുക്കുന്ന ഡിസൈൻ വേണ്ട, ഈ ഡിസൈൻ എടുക്കുകയാണ്. ഈ തൊട്ട് ഞാനിപ്പോൾ കൈ വെച്ചിരിക്കുന്ന ഡിസൈൻ എടുക്കുകയാണ്. ഞാൻ എടുത്തു. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അത് ഓപ്പൺ ആയി വരും നമ്മുടെ മുൻപിൽ. അതൊരു ടെംപ്ലേറ്റ് ആണ്, ഒബിച്ചറി കാർഡിനുള്ള ടെംപ്ലേറ്റ് ആണ്. ആദ്യത്തെ ഡിസൈൻ ചെയ്യുന്ന പ്രശ്നമുള്ളൂ. പിന്നെ എല്ലാ ദിവസവും നിങ്ങൾക്ക് അടുത്ത മരണം വരുമ്പോൾ ഇത് തന്നെ നമുക്ക് എഡിറ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. വേണ്ട, ഇൻ ലവിങ് മെമ്മറി ഓഫ് ഡാഷ് 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 വന്നു. അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇതിനകത്ത് കയറ്റാനായിട്ട് പോവുകയാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇദ്ദേഹത്തിന്റെ ഫോട്ടോയാണ് മാറ്റേണ്ടത്. അപ്പോൾ മക്കൾ ഉറപ്പായിട്ട് നമുക്ക് ഫോട്ടോ അയച്ച് തന്നിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തപോലെ ചെയ്യാൻ പറ്റുമോ? നേരത്തെ ചെയ്തതുപോലെ തന്നെ. അല്ല, സ്ക്രീന് നേരത്തെ ചെയ്ത പോലെ ഇപ്പം അച്ഛന്റെ ഇതിനകത്താ കാണുന്നത്. അല്ല, ഞാൻ സ്ക്രീൻ ഷെയറിംഗ് ആണോ കാണുന്നത്, എന്റെ ക്യാമറയാണോ കാണുന്നത്? രണ്ടും കാണാം അച്ഛാ. രണ്ടും. ഓക്കെ. നമ്മൾ ദാണ്ട് ഇങ്ങനെ വന്നു, ഇങ്ങനെ ഒരു സാധനം എടുത്തു. വീണ്ടും നമ്മൾ ഇനി ഇതിനകത്ത് നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മൾ ജസ്റ്റ് ദാണ്ട് ആ ഫോട്ടോയ്ക്കകത്തൊന്ന് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്യുമ്പോൾ ഈ സെലക്ട് ആകുമ്പോഴാണ് ഇങ്ങനെ ഒരു സാധനം വരിക. അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിന് തൊട്ട് കഴിഞ്ഞടുത്ത് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടതാണ്. മക്കൾ നമുക്ക് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. ഏറ്റവും താഴെ ഇടതുവശത്തായിട്ട് റീപ്ലേസ്. അപ്പോൾ നമുക്ക് വീണ്ടും ആരെങ്കിലും നമുക്ക് അപ്പച്ചൻ്റെ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അപ്പച്ചൻ്റെ ഫോട്ടോ ഇവിടെ ഡൗൺലോഡായി കിടപ്പുണ്ട്. അത് ഞാൻ എടുത്ത് ഇവിടെ വെക്കുമ്പോൾ എൻ്റെ അപ്പച്ചൻ്റെ ഫോട്ടോ ഇവിടെ വന്നു കഴിഞ്ഞു. അപ്പം ഞാനിപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു ഫോട്ടോയിലാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഫോട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയത്. ഇത് വളരെ സ്റ്റാൻഡേർഡ് സൈസിലുള്ള ഈ ക്യാൻവയുടെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇതിൽ വരുന്ന ടെംപ്ലേറ്റുകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ട്രെൻഡുകൾ പോലുമാണ് ഇവിടുത്തെ ടെംപ്ലേറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് പഴയ രീതിയിലുള്ള സാധനം ഒന്നും വരത്തില്ല, ഏറ്റവും പുതിയ സാധനം മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കിയേ, അപ്പോൾ അപ്പച്ചൻ്റെ ഫോട്ടോ ഇവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി അപ്പച്ചൻ്റെ തല കുറച്ച് നിങ്ങൾ നോക്കിയാൽ മതി, തല കുറച്ച് കട്ടായിപ്പോയി. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഈ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക. തൊട്ട് താഴെ നമ്മൾ ഈ ടൂൾ ബാർ ഇങ്ങനെ നിൽക്കുമ്പോൾ ക്രോപ്പ് എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ നമ്മൾ ഇതിങ്ങനെ ഒന്ന് ക്രോപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പച്ചൻ റെഡി. ഇനി അടുത്ത എന്താണ്? നമ്മൾ പേരാണ്, അപ്പച്ചൻ്റെ പേരാണ് ചെയ്യേണ്ടത്. അപ്പൊ അപ്പച്ചൻ്റെ പേര് നമ്മൾ തോമസ് മാത്യു. തോമസ് മാത്യു എന്നാണ്. അപ്പൊ ഇങ്ങനെ രണ്ടായിട്ടൊക്കെ ചിലപ്പം വരും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ, കൈ കൊണ്ട് നീക്കി കഴിഞ്ഞാൽ, ഒന്ന് വലിച്ചു നീട്ടി കഴിഞ്ഞാൽ അതങ്ങ് നീണ്ടു വരും. അപ്പൊ ഇതിനകത്തൊരു പ്രോബ്ലം ഉണ്ട്, എം സ്മോൾ ലെറ്റർ ആയിപ്പോയി. അപ്പൊ ഞാൻ എന്തോ ചെയ്യണം? എമ്മിനെ ക്യാപിറ്റൽ ലെറ്റർ ആക്കണം, അല്ലെങ്കിൽ ഇത് മൊത്തം ക്യാപിറ്റൽ ലെറ്റർ ആക്കണം. അതിന് ഞാൻ ചെയ്യേണ്ട എന്താ അറിയാമോ? ജസ്റ്റ് അതിൽ വന്നിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്തു. എന്ത് ചെയ്യുമ്പോഴും അത് ക്ലിക്ക് ചെയ്യണം, നമ്മൾ സാധാരണ സെലക്ട് ചെയ്യുന്ന പോലെ. അതിന് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്യുമ്പോൾ തൊട്ട് താഴെ ധാരാളം ഓപ്ഷൻസ് വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാപിറ്റൽ ലെറ്റർ ആക്കുന്നത് ബിയിലാണ്. ഈ ബി ഞെക്കിയാൽ മതി. ഞെക്കി കഴിയുമ്പോൾ ഉണ്ടാവും ഈ ബിയുടെ അതിൻ്റെ ഏറ്റവും വലതുവശത്തായിട്ട് എ, സ്മോൾ ലെറ്റർ എയും ഒരു ക്യാപിറ്റൽ ലെറ്റർ എയും കാണാം. നിങ്ങൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മുഴുവൻ ക്യാപിറ്റൽ ലെറ്റർ ആയി. തോമസ് മാത്യു. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ഇത്രയും മനസ്സിലായോ അച്ഛന്മാർക്ക്? തംസപ്പ് തരാമോ? മനസ്സിലായെങ്കിൽ ഓക്കെ, താങ്ക് യു. കുറച്ചു പേർക്കെങ്കിലും ഒരു ഇച്ചിരി കൺഫ്യൂഷൻ കാണും, കുഴപ്പമില്ല, നമുക്ക് വഴിയെ പഠിക്കാം. ഇന്നത്തെ ക്ലാസ് കൊണ്ടല്ല, നമ്മൾ ഫുൾ ടൈം ഒരു അസിസ്റ്റൻസ് നമ്മൾ തരുന്നതായിരിക്കും. അപ്പോൾ തോമസ് മാത്യു എന്നൊരു പേര് നമുക്ക് കിട്ടി. അതിൻ്റെ തൊട്ട് താഴെ കണ്ടോ അദ്ദേഹം ജനിച്ച വർഷം. അപ്പോൾ നമ്മൾ അത് ഏതാണെന്ന് വെച്ചാൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതവിടെ ഇതിപ്പോൾ 21/8/1955 മരണം 11/4/2030 എഴുതി കിടക്കുന്നത്. അപ്പം നമ്മളതനുസരിച്ച് എങ്ങനെയാ വെച്ചാൽ സെലക്ട് ചെയ്താൽ മതി. 2026 വന്നു കഴിഞ്ഞു സാധനം. ഇത്രയേ ഉള്ളൂ. ഇവിടെ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ എഴുതാം. ഫ്യൂണറൽ സർവീസ്, ഇപ്പോൾ തൊട്ട് താഴെ നിങ്ങൾക്ക് ഈ സാധനം മാറ്റിയിട്ട് ആ ഫ്യൂണറൽ സർവീസ് ഡീറ്റെയിൽസ് വയ്ക്കാം. ഫ്യൂണറൽ ഡീറ്റെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂണറൽ ഡീറ്റെയിൽസ് വന്നു. ഇനി അത് നമുക്ക് ഫ്യൂണറൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അതിനകത്ത് ഉൾപ്പെടുത്തണം. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? തൊട്ട് താഴെ ടെക്സ്റ്റ് കിടപ്പുണ്ട്, ആ ടെക്സ്റ്റ് എടുക്കുക, അതിൽ നിന്നൊരു സാധനം എടുക്കുക. അപ്പോൾ നാളെയാണ് ഡീറ്റെയിൽസ്, നാളെ വീട്ടിൽ കൊണ്ടുവരുന്നത് ഇത്ര സമയത്താണ്. ഫസ്റ്റ് സർവീസ് ടൈമിംഗ്, വേണ്ട സർവീസ് ടൈമിങ് എത്ര മണിയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സമയം അനുസരിച്ച് 2 PM എന്ന് ഞാൻ വെച്ചു.
അപ്പോൾ ഇതിപ്പോൾ ഒരു ഈ ഫോണ്ട് അത്ര സുഖമില്ലാത്തൊരു ഫോണ്ടാണ്. അപ്പോൾ ഞാൻ ഉടനെ എന്താ ചെയ്യണം? ഈ ഫോണ്ട് മാറ്റാനായിട്ട് തൊട്ട് താഴെ ഫോണ്ട് സൈസ് ഫോണ്ട് എന്ന് കിടപ്പുണ്ട് ഓപ്ഷൻ കണ്ടോ, ഫോണ്ട്. ആ ഫോണ്ടിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ സൈഡിൽ ഒരു ചെറിയ ആരോ മാർക്ക് കാണാം. ജസ്റ്റ് ആരോ മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫോണ്ടാണോ വേണ്ടുന്നത് ആ ഫോണ്ട് അവിടെ ഇടുക. അപ്പം ഞാൻ ഈ ഫോണ്ട് ഇട്ടു. ഈ ഫോണ്ട് ഇട്ട് കഴിയുമ്പോൾ ഇത് സ്മോൾ ലെറ്റർ ആണ്. എനിക്കിത് ക്യാപിറ്റൽ ലെറ്റർ ആക്കണമെങ്കിൽ ഞാൻ എന്തോ ചെയ്യേണ്ടത്? താഴത്തെ ടൂൾ ബാറിൽ അത് ക്ലിക്ക് ചെയ്യുക, ബിയിൽ ആ താഴത്തെ ഇതിൽ ഞെക്കുക. വേണ്ട അപ്പോൾ സർവീസ് ടൈമിംഗ് 2 PM അറ്റ് ഹോം എന്നിട്ടാൽ മതി. ഇതൊക്കെ നിങ്ങൾക്ക് ഇതെല്ലാം ഉപയോഗിക്കാൻ ഈ നമ്മുടെ പിന്നെ ബോർഡെല്ലാം ഉപയോഗിക്കാനായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത് ഞാൻ ഗൂഗിൾ ടൈപ്പ് ഇതാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ബോർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കുറച്ച് എളുപ്പമാണ്. അങ്ങനെ ഫോണ്ട് ചേഞ്ച് ചെയ്യുമ്പോഴേ ചേഞ്ച് ഓൺ വരുന്നുണ്ട്. അതല്ല, അത് മുഴുവൻ ഫോണ്ടും കൂടെ മാറുന്നത്. അതല്ലാതെ ഇല്ല അച്ഛൻ ജസ്റ്റ് ദാണ്ട് അത് മാത്രം ഒന്ന് ക്ലിക്ക് ചെയ്ത് ആ സർവീസ് ടൈമിംഗ് മാത്രം ഒന്ന് ക്ലിക്ക് ചെയ്തേ. അത് മാത്രം പല വേറെ ഒന്നും ക്ലിക്ക് ചെയ്യില്ല, അത് മാത്രം ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ സർവീസ് ടൈമിങ്സ് 2 PM അറ്റ് ഹോം എന്നിടുക. അപ്പൊ ഞാനിപ്പോ ജസ്റ്റ് നമ്മുടെ ഇതിന് വേണ്ടി ഇട്ടേ ഉള്ളൂ 2 PM അറ്റ് ഹോം. നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് ഇടാം. ഈ ഫോണ്ട് ഇച്ചിരി കാണാൻ പ്രയാസമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഞാൻ ഉടനെ വീണ്ടും എനിക്ക് അതിന്റെ സൗന്ദര്യം പോരാങ്കിൽ ഞാൻ ഉടനെ എന്തോ ചെയ്യണം? അടുത്ത ഫോണ്ട് എടുക്കുക. ഇഷ്ടംപോലെ ഫോണ്ട് കിടപ്പുണ്ട്. അതാണ്ട് ഗ്ലേഷ്യൽ ഡിഫറൻസ് കൊണ്ട് ഒരു ഇൻഡിഫറൻസ് കൊണ്ട് ഒരു സാധനമുണ്ട്. അല്ലെങ്കിൽ ഞാൻ എടുത്ത് അല്ലെങ്കിൽ വേറെ ഫോണ്ട് എടുക്കുന്നു. ഇഷ്ടംപോലെ ഫോണ്ട് കിടപ്പുണ്ട്. ടൈംസ് ന്യൂ റോമൻ ഇട്ടു. ഈ പൂവിനെ ഞെക്കിക്കഴിഞ്ഞാൽ പൂ ഇച്ചിരി കൂടെ നീക്കണം. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? തൊട്ട് താഴെ ഇച്ചിരി ഇങ്ങോട്ട് മാറ്റി വെക്കാം. കണ്ടോ? നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പൂ നീക്കാം. ഇതിനെ നമുക്ക് ഒരു താഴത്തെ വരിയിലോട്ട് മാറ്റാം. ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ താഴത്തെ വഴിയിലോട്ട് പോകും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ കണ്ടോ? നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. അല്ലെങ്കിൽ ആ ടൈമിങ്സിനടുത്തൊരു കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഒരു എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ അതങ്ങ് താഴെ പൊക്കോളും. ഇതൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്യുന്നവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണല്ലോ. ഇത്രയുള്ള സംഭവം. ഫ്യൂണറൽ ഡീറ്റെയിൽസ്. ഇനി നിങ്ങളുടെ പള്ളിയുടെ പേര് നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ ഇതാണ്ട് സർവീസ് ടൈമിങ്സിന്റെ ഇവിടെ ഒരു ഗ്യാപ്പ് പ്രശ്നമുണ്ട്. അപ്പം ഞാൻ നേരെ അത് ക്ലിക്ക് ചെയ്തു, വീല് കൊണ്ടുവന്നു. ഗ്യാപ്പ് എടുക്കുന്നത് നമ്മൾ ഇവിടെ ആണ്. ഈ അഡ്വാൻസ്ഡ് കണ്ടോ? ഈ ആരോ മാർക്ക് കൊടുത്ത് ടി ഞെക്കിയിട്ട് ഇതിന്റെ ലൈൻ സ്പേസ് ഒന്ന് കുറച്ചു. ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ ലൈൻ സ്പേസ് അങ്ങ് കുറഞ്ഞു. തൊട്ട് താഴെ നിങ്ങളുടെ പള്ളിയുടെ പേരടിക്കുക. അപ്പം ഞാനിവിടെ തടിയൂർ എന്നടിക്കുക. അപ്പം നമുക്ക് കൂടെ ഫോണ്ട് എടുക്കണമെങ്കിൽ കൂടെ നിങ്ങൾ ഫോണിൽ പോകേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇതൊന്ന് ക്ലിക്ക് ചെയ്ത ശേഷം അതിന് തൊട്ട് മുകളിൽ ഒരു കോപ്പി എന്നൊരു സാധനം കിടപ്പുണ്ട്. ഡിലീറ്റിന്റെ തൊട്ടിപ്പുറത്ത് ഒരു കോപ്പി എന്നൊരു സാധനം കിടപ്പുണ്ട്. അതൊന്ന് ഞെക്കി കഴിഞ്ഞാൽ അത് വീണ്ടും ഒരു സാധനം കൂടെ നമുക്ക് കിട്ടും. അതിനെ ഒന്ന് എഡിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എഡിറ്റ് ചെയ്തിട്ട് തടിയൂർ വിത്ത് പ്രയേഴ്സ് എന്നുപോലെ ഇടാം. തടിയൂർ MTC. പ്രാർത്ഥനയോടെ വിത്ത് പ്രയേഴ്സ് എന്നുള്ളത്. അപ്പോൾ ഫ്യൂണറലിന്റെ ഡീറ്റെയിൽസ് ആ ഫോണ്ട് നമ്മൾ എടുക്കുക. കോപ്പി എടുക്കുക, തൊട്ട് താഴോട്ട് കൊണ്ടുവരിക, എന്നിട്ട് അവിടെ വിത്ത് പ്രയേഴ്സ് എന്നടിച്ചു കഴിഞ്ഞാൽ തടിയൂർ MTC. ഇത്രയും പിടികിട്ടിയ അച്ഛന്മാർക്ക്. എന്നിട്ട് നമ്മൾ ഇതിനെ നമ്മൾ ഇനി നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കോപ്പി നമ്മുടെ ഫോണിൽ തന്നെ ഇടുക. നിങ്ങൾ ഷെയർ ചെയ്യണമെങ്കിലാണ് ഏറ്റവും ടോപ്പിലായിട്ട് നോക്കുക. ഏറ്റവും ടോപ്പിൽ വലതുവശത്തായിട്ട് നമുക്ക് ഷെയറിംഗ് ഓപ്ഷനും ഉണ്ട്, ഡൗൺലോഡിംഗ് ഓപ്ഷനും ഉണ്ട്. ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഫോണിൽ തന്നെ വേണമെങ്കിൽ താഴോട്ടുള്ള ആരോ എടുക്കുക. ഷെയർ ചെയ്യാനായിട്ടാണെങ്കിൽ മുകളിലോട്ടുള്ള ആരോ എടുക്കുക. ഞാനപ്പോൾ ഷെയർ ചെയ്യാൻ പോവുകയാണ്. ഇതെന്റെ പള്ളിയുടെ ഗ്രൂപ്പിൽ എനിക്ക് ഇടണം. ഇവിടെ നമുക്ക് ഇതിന് വേണമെങ്കിൽ ഇതിന് പകരം വാക്യം വേണമെങ്കിൽ ഇടാം, ഒബിച്ചറി വേണമെങ്കിൽ ഇടാം, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം കേട്ടോ. എവിടെ അത് വേണോ അവിടെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇപ്പൊ കഴിഞ്ഞു, സാധനം കഴിഞ്ഞു. ഞാൻ ഈ ഷെയർ ചെയ്ത് സേവ് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് മുകളിൽ ക്ലിക്ക് ചെയ്തു. വാട്സാപ്പിന്റെ സാധനം വാട്സാപ്പ് വേണോ ഇൻസ്റ്റ ചെയ്ത് വേണമെങ്കിലും പറ്റും. വാട്സാപ്പ് ഞെക്കി കഴിയുമ്പോൾ കറണ്ട് പേജ് എന്ന് വന്നു. കറണ്ട് പേജാണ് എനിക്ക് വേണ്ടത്. കണ്ടിന്യൂ ചെയ്തു. ഞാനിപ്പോൾ 2-3 പേജ് അതിനകത്ത് അറിയാതെ വന്നു. അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഡൗൺലോഡിന്നേ വരത്തുള്ളൂ. അത് ഡൗൺലോഡ് ആവുന്ന അവിടെ സിമ്പിളാണിതേ. ഞാൻ എൻ്റെ ഇടവക്കാരൻ ഒരാൾക്ക് ഇട്ട് കൊടുത്തു. കണ്ടോ? റെഡി.
അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും വാട്സാപ്പിൽ നമ്മുടേതായ ഒരു അക്കൗണ്ട് കാണുമല്ലോ. അപ്പോൾ അതിനകത്ത് വേണം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആദ്യം ട്രയൽ അല്ല ഇടാൻ. ആദ്യമേ എടുത്ത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ തെറ്റുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വലിയ മെനക്കേടാം. അപ്പോൾ നമുക്ക് ട്രയൽ ഉള്ള നമ്മുടേതായ ഒരു വാട്സാപ്പ് ഇതുണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് തൊട്ട് അതങ്ങ് ഇട്ടാൽ മതി, അതവിടെ കിടന്നോളും. എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ താഴെ സാധനങ്ങളൊക്കെ ടൈപ്പ് ചെയ്യുക, ഇതും അതോടെ ചേർത്തങ്ങ് അയച്ചു കൊടുക്കുക. ഇങ്ങനെയാണ് ഒരു ഒബിച്ചറി കാർഡ് തയ്യാറാക്കുന്നത്. ഇത്രയും സംശയമുണ്ടോ അച്ഛന്മാർക്ക്? മനസ്സിലായോ? ആർക്കെങ്കിലും മനസ്സിലായോ? ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇപ്പം നമ്മളൊരു പോസ്റ്റർ ഉണ്ടാക്കുന്ന രീതി ഞാനിതെല്ലാം നിങ്ങൾ കിട്ടാത്തൊരു പ്രയാസപ്പെടേണ്ട. എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി, എനിക്കോ അല്ലെങ്കിൽ ഇത് അറിയാവുന്ന അച്ഛന്മാർക്കോ മെസ്സേജ് ഇട്ടാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എത്ര സമയം എടുത്താണെങ്കിലും നമുക്ക് പറഞ്ഞു തരാം. അതൊരു പ്രോബ്ലം അല്ല. എനിക്ക് കിട്ടുന്നില്ലല്ലോ ജോർജൻ അച്ഛാ ഒന്നുകൂടെ അച്ഛൻ ഒന്നുകൂടെ ഒന്ന് എടുക്കാമോ? അതാണ്ട് ഒന്നുകൂടെ അറിയാത്ത അച്ഛന്മാര് പെട്ടെന്ന് നോക്കിയാട്ടെ. എടുത്തപ്പോ ഇങ്ങനെ കിട്ടുന്നുള്ളൂ, ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലേ? അത് തന്നെ അച്ഛാ, അച്ഛൻ അത് തന്നെ അച്ഛാ. അതിന്റെ അകത്ത് പിന്നെ ഇത്രയും കാര്യങ്ങളൊന്നും കാണുന്നില്ലല്ലോ. അച്ഛൻ ഒന്ന് എന്നെ തിരിച്ചു കാണിക്കാമോ? ഒന്ന് തിരിച്ചു കാണിക്കാമോ? അതിന്റെ മുകളിൽ ഒരു സെർച്ച് ഓപ്ഷൻ കാണാമെന്നുണ്ടോ അച്ഛന്? ആൾ കാറ്റഗറി സെർച്ച് ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ല. അച്ഛൻ ഒന്ന് ബാക്ക് എടുത്തേ, ഒന്ന് ബാക്ക് എടുത്തേ. ക്യാൻവ വീണ്ടും ഒന്ന് ഓപ്പൺ ചെയ്തേ. ഫ്രഷ് ആയിട്ട് ഓൺ ചെയ്യാൻ. ബാക്കിൽ ഇറങ്ങിയിട്ട് വീണ്ടും ക്യാൻവ ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ബാക്കി അച്ഛന്മാർക്കെല്ലാം ഇങ്ങനെ കിട്ടുന്നുണ്ടോ? ഈ ഒരു സാധനം, ഈ സ്ക്രീനിൽ കാണുന്ന സാധനം ഇങ്ങനെ ഒരു സ്ക്രീനേ വരുന്നുള്ളൂ. അത് തന്നെ അച്ഛാ സാധനം. അതിന്റെ ഏറ്റവും മുകളിലായിട്ട് അച്ഛാ ഒരു സെർച്ചിന്റെ ഓപ്ഷൻ കാണുന്നില്ല അച്ഛൻ? എനിക്കത് കാണാൻ വയ്യ. ഇല്ല, വരുന്നില്ല. ഓപ്ഷൻ വരുന്നില്ല. അച്ഛനൊരു കാര്യം ചെയ്യാൻ പറ്റുമോ? ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ അച്ഛാ? അച്ഛന്റെ ഈ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാമോ? നമ്മുടെ ഈ ഇതിനകത്തോട്ട് വന്നാട്ടെ, നമ്മുടെ ഈ ഗൂഗിൾ മീറ്റിനകത്തോട്ട് വന്നാട്ടെ അച്ഛാ. അച്ഛാ പറഞ്ഞാട്ടെ. വാട്ട് വുഡ് യു ലൈക്ക് ടു ക്രിയേറ്റ് എന്നുള്ള അവിടെ സെർച്ച് ചെയ്യാൻ പറ. അച്ഛാ വാട്ട് വുഡ് യു ലൈക്ക് ടു ക്രിയേറ്റ് അവിടെ അച്ഛാ സെർച്ച് ചെയ്യേണ്ടത്. അതങ്ങനൊരു ഭാഗം കാണണ്ടേ? അച്ഛനെ ഞാൻ പറഞ്ഞു തരാം. ഞാൻ അച്ഛനെ ഉറപ്പായിട്ടും പറഞ്ഞു തരാം. ഇല്ലേ നമുക്ക് നേരിട്ട് കാണാം കേട്ടോ. ഓക്കെ, അപ്പോ നമ്മൾ ഇപ്പോൾ ഒരു A4 പോസ്റ്ററാണ് നമ്മൾ ചെയ്തത്. നമ്മളൊരു ഒബിച്ചറി ചെയ്തു. ഞാൻ ഒന്നുകൂടെ പെട്ടെന്ന് നിങ്ങളുടെ അറിവിലേക്ക് കുറച്ച് സ്പീഡ് ഞാൻ അതൊന്ന് പറഞ്ഞു പോകാം. നമ്മൾ ആദ്യമായിട്ട് ഫോൺ തുറക്കുകയാണ്. നമുക്ക് ഒരു ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല, അല്ലെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നു. ക്യാൻവ ഓപ്പൺ ചെയ്യുമ്പോൾ വാട്ട് വുഡ് യു ലൈക്ക് ടു ക്രിയേറ്റ്. അപ്പൊ ഇനി എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഏത് ഡിസൈൻ വേണമെങ്കിലും എന്ത് സാധനം വേണം നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ നമ്മൾ അതിനകത്ത് കുറച്ച് ക്ഷമയോട് കൂടി ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇത് വലിയൊരു സ്കില്ലാണ്. അത് അക്ഷരാർത്ഥത്തിൽ ഞാൻ പറയുകയാണ്. നമുക്ക് ജീവിതത്തിൽ മുഴുവൻ നമ്മളെ സഹായിക്കുന്ന ഒരു കമ്പ്യൂട്ടർ നമുക്ക് വേണ്ട, ആരുടെ ഹെൽപ്പ് വേണ്ടാതെ നമ്മൾ ക്ഷമയോട് കൂടി ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ 2 ആഴ്ചയ്ക്കകം നിങ്ങൾക്ക് ഇത് സുഖമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയാം. വാട്ട് വുഡ് യു ലൈക്ക് ടു ക്രിയേറ്റ് അവിടെ നമ്മൾ സെർച്ച് ചെയ്തു. അവിടെ എന്താണ് നിങ്ങൾക്ക് ഇനി വേണ്ടുന്നത്? ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണ് ഒരു വിഷ്, ഒരു ഈസ്റ്ററിന് നമ്മൾ പള്ളിക്കാർക്ക് ഒരു വിഷ് അയച്ചു കൊടുക്കണം. ഈസ്റ്ററാണ് വരുന്നത്. അപ്പോൾ പള്ളിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു പള്ളിയുടെ ഒരു മെസ്സേജ് ഇടണം. അങ്ങനെയൊക്കെയാണല്ലോ നമുക്ക് ഇത് ആവശ്യമായിട്ട് വരുന്നത്. അപ്പം ഞാൻ ചിലപ്പോൾ ഈസ്റ്ററിൻ്റെ ഒക്കെ ഇങ്ങനെ സാധനം ഇടുമ്പോൾ ചില അച്ഛന്മാർ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ചില അച്ഛന്മാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളവർ പലരും ഇതിനകത്തുണ്ട്. അവരിപ്പോൾ പലരും ഭംഗിയായിട്ട് അത് ചെയ്യുന്നുണ്ട്. നമുക്കൊരു ടീച്ചിങ്ങിനുള്ള ലിങ്കും ഒക്കെ കിട്ടുന്ന പരിപാടിയുണ്ട്. അങ്ങനെ കിട്ടിയാൽ ഇവിടെ നിന്നുകൊണ്ട് തന്നെ ടീച്ചറിന് ഒരു സ്റ്റുഡൻറ്റിന് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെയൊക്കെയുള്ള ക്രമീകരണമുണ്ട്. അപ്പം ഞാൻ വീണ്ടും അടുത്തൊരു പോസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. കാരണം ഞാൻ വീണ്ടും വാട്ട് വുഡ് യു ലൈക്ക് ടു ക്രിയേറ്റ് അടിച്ചു. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ പറയുകയാണ് ഈസ്റ്റർ വിഷ് എന്ന് ഞാൻ അടിക്കുകയാണ്. ഈസ്റ്റർ എന്ന് അടിക്കുന്നുള്ളൂ. ഈസ്റ്റർ വിഷസ് എന്ന് അടിക്കുകയാണ്. ഈസ്റ്റർ വിഷസ് എന്നടിച്ചു കഴിയുമ്പോൾ ജസ്റ്റ് ഞാനൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധാരാളം ഈസ്റ്റർ വിഷസ് വരും. കണ്ടോ? അവിടെ ജസ്റ്റ് നമ്മുടെ പള്ളിയുടെ പേരൊന്ന് വെച്ച് കൊടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. കണ്ടോ? ഇതെല്ലാം ഈസ്റ്റർ വിഷസ് ആണ്. കണ്ടോ? അപ്പൊ ഞാൻ തൽക്കാലം ഇതാണ് ഇങ്ങനെ നോക്കി വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഷസ് ഒരു സാധനം ഞാൻ എടുക്കുക. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ താഴോട്ട് നിങ്ങൾക്ക് ഇത് തന്നെയാണോ വരുന്നത് എനിക്കറിയത്തില്ല. ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ചിലപ്പം വരുന്നത്. ഇഷ്ടമുള്ളൊരു സാധനം എടുക്കുക.
കാരണം ഞാനിപ്പോൾ ഈ ഹാപ്പി ഈസ്റ്റർ എന്നുള്ള സാധനമാണ് ഞാൻ സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഹാപ്പി ഈസ്റ്റർ ആണ് അത് ഓപ്പൺ ചെയ്തു. അതിനകത്തോട്ട് എൻ്റെ പള്ളിയുടെ പേര് ഏറ്റിട്ട കാര്യമേ ഉള്ളൂ. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? അത് ഓപ്പൺ ചെയ്തു. ഓപ്പണായി വരികയാണ്. കണ്ടോ, ഹാപ്പി ഈസ്റ്റർ എന്ന് പറഞ്ഞ സാധനം വന്നു. അപ്പോൾ ഞാൻ ഈ ചെയ്യേണ്ടത്, ഇതിനകത്ത് ഞാൻ ഹാപ്പി ഈസ്റ്ററിനകത്തൊന്നും ചെയ്യേണ്ട, അത് ഓൾറെഡി റെഡിയാണ്. ഇതാണ്ട് ഇവിടെ ഈ തൊട്ട് മുകളിൽ നിങ്ങൾക്ക് ഒരു സാധനം കാണും, പള്ളിയുടെ പേര് നിങ്ങൾക്ക് അവിടെ ചെയ്യാം. അതിനെ ഒന്ന് കണ്ട, ലൈസീറിയ ആൻഡ് കോ എന്നുള്ള സാധനം കിടപ്പുണ്ട്. നമ്മൾ അതിനെ എഡിറ്റ് ചെയ്ത് നമ്മുടെ പള്ളിയുടെ പേരാക്കാൻ പോവുക. കണ്ടോ, അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സെലക്ട് ആവും. അവിടെ ഞാൻ തടിയൂർ ഇമ്മാനുവേൽ എന്ന് വെക്കുന്നു. തടിയൂർ ഇമ്മാനുവേൽ മാർത്തോമ ചർച്ച് എന്ന് വെക്കുന്നു. കണ്ടോ, അവിടെ ഇങ്ങനെ ഒരു സാധനം വരും. അപ്പൊ ഇത് നോക്കിയാൽ മതി. നിങ്ങൾ ഈ ഫോണ്ടുകൾ, ഈ ലെറ്ററുകളെല്ലാം പരസ്പരം ഒരുപാട് ഗ്യാപ്പ് ഒക്കെ ഉണ്ട്. എനിക്കിത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ ഇങ്ങനെ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ കണ്ടോ, തടിയൂർ ഇമ്മാനുവേൽ മാർത്തോമ ചർച്ച് എന്ന് വന്നു. പക്ഷെ ഇതിനകത്തൊരു പ്രോബ്ലം ഉണ്ട്. ഇതിനകത്ത് ഫോണ്ടുകളെല്ലാം, ഇതിന്റെ ലെറ്ററുകളെല്ലാം പരസ്പരം ഒരുപാട് ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഗ്യാപ്പ് മാറ്റാനായിട്ട് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക, നേരെ താഴോട്ട് വരിക. കൈ താഴോട്ട് കൊണ്ടുവരുമ്പോൾ ഇവിടെ എന്തുകൊണ്ട് അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞ് ടി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ലെറ്റർ സ്പേസിങ് വേണേൽ നമുക്ക് അവിടെ മാറ്റാം. കണ്ടോ, ലെറ്റർ സ്പേസിങ് അവിടെ മാറ്റാൻ പറ്റും. ലൈൻ സ്പേസിങ് വേണമെങ്കിൽ താഴെ മാറ്റാനായിട്ട് പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ മാറങ്ങ് മോളിൽ പോയി. അപ്പൊ നമ്മൾ ആ മാറിന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഒരു എൻ്റർ അടിച്ചാൽ അതിന് താഴെ വരും. അതൊക്കെ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നവർക്ക് അറിയാമല്ലോ. വേണ്ട, തടിയൂർ ഇമ്മാനുവൽ മാർത്തോമ ചർച്ച്, ഹാപ്പി ഈസ്റ്റർ, വോം വിഷസ് ടു യു. സിമ്പിൾ ആയിട്ടൊരു സാധനം നമ്മൾ ചെയ്തെടുത്തു. ഇനി ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജ് നമുക്ക് മാറ്റണം. ഇതിനകത്ത് ഒരു ഈസ്റ്റർ മുട്ടയാണ്, പക്ഷെ നമുക്ക് ഇതല്ല, നമുക്കല്ലാതൊരു ഒരു 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 ക്രൈസ്റ്റിന്റെ ഒരു ഇമേജ് ആണ് കയറ്റുന്നതെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്യണമെന്ന് അറിയാമോ? ആ ഇമേജിന്റെ മുകളിൽ, ഇമേജിന്റെ മൂലയ്ക്കായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ സെലക്ട് ആയി, ഒരു നീല കളറിൽ അത് സെലക്ട് ആയി കഴിഞ്ഞു. ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഒരു നീല കളർ അത് സെലക്ട് ആയി കഴിഞ്ഞു. വീണ്ടും നമ്മൾ താഴോട്ട് വരിക, റീപ്ലേസ് അടിക്കുക. കണ്ടോ, റീപ്ലേസ് അടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട, ഞാൻ നാണ്ട ഒരു സാധനം ഇത് കിടപ്പുണ്ട്. അപ്പൊ ഞാൻ എന്തോ ചെയ്തു? ഈ പടം എടുത്ത് അങ്ങോട്ടങ്ങിടുകയാണ്. ഇതാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഈസ്റ്റർ വന്നു. കണ്ടോ നിങ്ങൾ? ഇനി ഈ പടത്തെ നമുക്ക് ഇഷ്ടമുള്ള, ഇപ്പൊ ഈ ക്രോസ് നേരെ കാണാൻ വയ്യ. അപ്പൊ നമ്മൾ എന്തോ ചെയ്യേണ്ടത്? അതിനെ നമ്മൾ ക്രോപ്പ് ചെയ്യുക. നേരത്തെ ചെയ്ത പോലെ, അപ്പച്ചന്റെ പടം ചെയ്ത പോലെ താഴെ വരിക. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ക്രോപ്പ് എന്നൊരു ഓപ്ഷൻ വന്നു. അതിനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് എവിടെയാണ് നമുക്കത് വെക്കേണ്ടത്, ഏത് രീതിയിലാണ് വെക്കേണ്ടത്, ആ സൈഡിലോട്ടാണെങ്കിൽ സൈഡിലോട്ട്, അതിനെ ഞാൻ സൈഡിലോട്ടോ മൂലക്കോട്ടോ മാറ്റുന്നു. എന്നിട്ട് ഈസ്റ്റർ എന്തോ ചെയ്യണം? ഈ സൈഡിലോട്ട് ഞാൻ കൊണ്ടുവരുന്നു. കണ്ടോ, ഈസ്റ്റർ, ഹാപ്പി ഈസ്റ്റർ, തടിയൂർ ഇമ്മാനുവൽ മാർത്തോമ ചർച്ച് കുറച്ച് മുകളിലോട്ട് വേണമെങ്കിൽ അവിടെ ഇട്ടു. വോം വിഷസ് ടു യു എന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇതിനെ മാറ്റാനായിട്ട് പറ്റും. ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മുടെ പള്ളിയുടെ വളരെ പെട്ടെന്ന് നമുക്കൊരു ഒരു ഒരു സാധനം കിട്ടിയില്ലേ? ഇനി നിങ്ങൾ വിചാരിക്കും AI ഇതിനെ എളുപ്പത്തിൽ ചെയ്തുകൂടായോ? AI ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ മലയാളത്തിൽ ഒരു സാധനം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അത് ആ തരത്തിലുള്ള പ്രോംപ്റ്റ് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ക്ഷമ ഒരുപാട് പോകും. എന്നാൽ ഇതൊരു 2 ആഴ്ച എടുത്ത് ഇതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്കിത് ചെയ്തെടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതൊന്നുമല്ല, നിങ്ങൾക്ക് ഈ പടത്തിൽ നിന്നല്ല വേറൊരു പടമാണ് നിങ്ങൾക്ക് വേണ്ടുന്നത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്യണം? അതിനാണ് നമ്മൾ നേരത്തെ പിൻട്രസ്റ്റ് എന്ന് പറയുന്ന സാധനം എടുത്തത്. പിൻട്രസ്റ്റ്. ഒരു ഗ്യാപ്പിൽ ഒരു കുഞ്ഞ് സംശയം ചോദിച്ചോട്ടെ. നമ്മുടെ ചേർച്ചിന്റെ ലോഗോ ഒന്ന് പ്ലേസ് ചെയ്യാം. ടെംപ്ലേറ്റിൽ എങ്ങും ഇല്ല അതിന് സ്പേസ്. എങ്ങനെയായിരിക്കും വെച്ചാൽ വെക്കുന്നത്? ഓക്കെ, അപ്പോ നമ്മൾ ലോഗോ വെക്കുന്നത് ഞാൻ പറഞ്ഞുതരാം അച്ഛാ. അതിപ്പോ തന്നെ പറഞ്ഞുതരാം. ലോഗോ ഓൾറെഡി നമ്മുടെ ഫോണിൽ ഇപ്പോൾ ലോഗോ ഇല്ല. അപ്പൊ നമുക്ക് നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ഒരു ലോഗോ ഒന്ന് സെർച്ച് ചെയ്യുക മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഗൂഗിളിൽ പോവുക, മാർത്തോമ സഭയുടെ ലോഗോ എടുക്കുക. ആരെങ്കിലും നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടിൽ നിന്ന് ചുമ്മാ മാർത്തോമ ചർച്ച് ലോഗോ എന്ന് അടിച്ചു നോക്കി. മാർത്തോമ ചർച്ച് ലോഗോ വന്നു. ജസ്റ്റ് അത് ഞെക്കുക, ഒരെണ്ണം എടുക്കുക. നമുക്ക് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് നമുക്കുള്ളത്. അപ്പോൾ അതിനെ ഒന്ന് ഞെക്കി പിടിക്കുക, അത് ഡൗൺലോഡ് ചെയ്തു. അത് ഓൾറെഡി നമ്മുടെ ഫോണിൽ ഡൗൺലോഡായി കിടപ്പുണ്ട്, വന്നിട്ടുണ്ട്. വീണ്ടും ബാക്ക് അടിക്കുക. നമ്മുടെ ഈ സാധനം ഇവിടെ മിനിമൈസ് ചെയ്തിട്ടേക്കണം. എന്നിട്ട് നമുക്ക് ഈ ലോഗോ ഡൗൺലോഡ് ആയെന്ന് ഉറപ്പ് വന്നെങ്കിൽ നമ്മൾ എന്തോ ചെയ്യേണ്ടതെന്ന് അറിയാമോ? പുതിയൊരു ഫോട്ടോ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യാനായിട്ട് തൊട്ട് താഴെ ഗാലറി എന്നൊരു സാധനം കിടപ്പുണ്ട്. ഗാലറി കണ്ടോ? നിങ്ങളുടെ ഫോണിൽ അത് കണ്ടോ? ഗാലറി
അതാണ്ട് ഈ ഭാഗത്തായിട്ട് ഗ്യാലറി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. കണ്ടോ എല്ലാവരും? കണ്ടു. ഗാലറി ജസ്റ്റ് ഗാലറി ക്ലിക്ക് ചെയ്യുക. അതാണ്ട് ലോഗോ വന്നു. ലോഗോ ഇവിടെ കൂടെ കിടപ്പുണ്ട്. ഞാനപ്പോൾ ആ ലോഗോ എടുത്തു. ആഡ് ടു പേജ് തൊട്ട് താഴെ കണ്ട ആഡ് ടു പേജ് എന്ന് കിടപ്പുണ്ട്. ഇതാ ലോഗോ ഇവിടെ വന്നു കഴിഞ്ഞു. ആ ലോഗോ ഞാൻ കൊണ്ടുപോയി എവിടെ വെച്ചാൽ എനിക്ക് എവിടെ വേണോ ആ സ്ഥലത്തോട്ട് എനിക്ക് പ്ലേസ് ചെയ്യാം. ആ ലോഗോ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അവിടെ കണ്ട ഒരു സെലക്ഷൻ ഓപ്ഷൻ വരും. ഞാൻ ഇതിനെ ഇങ്ങോട്ട് മാറ്റി ലോഗോയെ മുകളിലോട്ട് കയറ്റി. ഈ ലോഗോ ഇനി ഇവിടെ കിടന്നോളും. നിങ്ങൾക്ക് എപ്പോൾ നിങ്ങൾ മാർത്തോമ നിങ്ങളുടെ ഒഫീഷ്യൽ സാധനം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഈ അപ്ലോഡ് ചെയ്യുന്ന ഈ ലോഗോ എടുക്കാനായിട്ട് പറ്റും. കണ്ടോ, തടിയൂർ ഇമ്മാനുവൽ മാർത്തോമ ചർച്ച്, ഹാപ്പി ഈസ്റ്റർ, വാം വിഷസ് ടു യു. ഇതിനെ നമ്മുടെ രീതിയിൽ നമുക്ക് മാറ്റാം. ഇനി ഞാനൊരു കാര്യം ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മറ്റൊരു കാര്യം നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് പിൻട്രസ്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. പിൻട്രസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞ അത് ഓപ്പൺ ചെയ്യുക. മറ്റേത് മിനിമൈസ് ചെയ്തിട്ടേക്കുക. കണ്ടോ, ഇഷ്ടംപോലെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ആവശ്യമായ ബാക്ക്ഗ്രൗണ്ട് പോസ്റ്ററിനുള്ള ബാക്ക്ഗ്രൗണ്ട് തരുന്ന ഒരു ആപ്പാണ് പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞത്. ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത, ഇതിന് നമുക്ക് ഈ വാട്ടർമാർക്ക് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് എല്ലാം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾ പിൻട്രസ്റ്റ് എടുക്കുക, ഓപ്പൺ ചെയ്യുക. പിൻട്രസ്റ്റിന് അവിടെ ഒരു സെലക്ഷൻ, താഴെ ഒരു സെലക്ഷൻ സാധനം കിടപ്പുണ്ട്. ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലുള്ള ഈസ്റ്റർ വിഷസ്, നിങ്ങൾക്ക് ഈസ്റ്റർ വിഷസ് എന്നടിക്കുക. ഈസ്റ്റർ വിഷസ് ബാക്ക്ഗ്രൗണ്ട് കണ്ടോ, അപ്പോൾ തന്നെ വന്നു കഴിഞ്ഞു. ഈസ്റ്റർ വിഷസ് ബാക്ക്ഗ്രൗണ്ട് എന്ന് വന്നു കഴിഞ്ഞു. ഉടനെ അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ആയിരക്കണക്കിന് ഈസ്റ്റർ വിഷസിന്റെ പോസ്റ്ററുകൾ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞു. അപ്പം നിങ്ങൾക്കിപ്പോൾ വേണ്ടുന്നത് ഇതാണ് വേണ്ടുന്നത്. അപ്പം ഞാനിപ്പോൾ തൽക്കാലം ഇത് സെലക്ട് ചെയ്യുകയാണ്. ഞാനപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തു. ഡൗൺലോഡ് ഇമേജ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഇത് വേണ്ട, ഈ കുരിശ് വേണ്ട, നിങ്ങൾക്ക് ആ പടമാണ് വേണ്ടുന്നതെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്യണം, ഇതിൽ ക്ലിക്ക് ചെയ്യുക. തൊട്ട് താഴെ റീപ്ലേസ് എന്നൊരു സാധനം വന്നു. ആ റീപ്ലേസ് ഞെക്കിയിട്ട് നിങ്ങളുടെ ഗാലറിയിൽ ആ സാധനം വന്നു കഴിഞ്ഞു. അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ പടം വന്നു. ഈ പടത്തിൽ ഇപ്പോൾ കുരിശ് അങ്ങ് താഴെ പോയി. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ തൊട്ട് താഴെ ക്രോപ്പ് എന്നൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. ജസ്റ്റ് ആ ക്രോപ്പിലൊന്ന് പിടിക്കുക. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വലുതാക്കിയോ ചെറുതാക്കിയോ ചെയ്യുക. സിമ്പിൾ. നമ്മുടെ ഇഷ്ടത്തിന്. അപ്പോൾ ആ വൈറ്റ് കൂടെ നമുക്ക് ആ മുകളിലുള്ള വൈറ്റും കൂടെ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പം നമ്മൾ അതും കൂടെ ചേർത്ത് എടുക്കുക. അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഹാപ്പി ഈസ്റ്ററിനെ നടുക്കോട്ട് കൊണ്ടുവരാം. ഹാപ്പി ഇങ്ങനെ നീക്കി അതെങ്കിൽ നീണ്ടു പൊക്കോളും. നമ്മുടെ കൂടിങ്ങി പോരും. കണ്ടോ, തൊട്ട് താഴെ ഹാപ്പി ഈസ്റ്റർ. നിങ്ങളുടെ പള്ളിയുടെ പേര് ഇവിടെ വെച്ചു. ലോഗോ അതാണ്ട് ഇവിടെ വന്നു. ഇത്രയേ ഉള്ളൂ. പിടിയിട്ട് ഇത്രയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയോ ആർക്കെങ്കിലും നിങ്ങളോട് ചെയ്തു പോയാൽ നല്ലതായിരിക്കും. ഇത്രയും സാധനം നമ്മൾ ഇപ്പം നിങ്ങൾ വിചാരിക്കും എയിൽ ഇതിൽ എളുപ്പത്തിൽ ചെയ്യും. പക്ഷേ ഇതിനകത്ത് എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ വേണമെങ്കിൽ നമ്മൾ അതുപോലുള്ള പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് അറിയുന്നവർക്കായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. നമ്മുടെ ഒരു ക്ഷമ നശിക്കും. ഇത് പക്ഷേ നമ്മൾ 2 ആഴ്ച കൊണ്ട് നമ്മൾ ചെയ്യാൻ ഇച്ചിരി പഠിക്കാനൊരു ബുദ്ധിമുട്ട് 2 ആഴ്ച നമുക്ക് കാണും. പക്ഷേ അത് പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഈസി ആയിട്ടുള്ള സാധനം വേറെ ഇല്ല. അത് ഞാൻ ഉറപ്പ് നിങ്ങൾക്ക് തരാം. ഇതുപോലെ മറ്റ് യാതൊരു തരത്തിലുള്ള സ്കില്ലും ഇല്ലാതെ ചെയ്യാൻ പറ്റിയ മറ്റൊരു ഓപ്ഷനേ നമുക്കില്ല. അപ്പോൾ 5 മിനിറ്റ് നമ്മുടെ പള്ളി രാവിലെ വേണമെങ്കിൽ നമുക്ക് 3 മിനിറ്റ് കൊണ്ട് നമുക്കൊരു പോസ്റ്റർ റെഡിയാക്കാം. ഇനി ഈ ഫോട്ടോ നിങ്ങൾക്ക് വീണ്ടും മാറ്റണം, ഇതൊരു രസമില്ല എന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും നിങ്ങൾ ആ പിൻട്രസ്റ്റിൽ പോവുക. വേറെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് കിടപ്പുണ്ട്. കണ്ടോ, ഇഷ്ടം പോലെ. നമുക്ക് ദുഃഖവെള്ളിയാണ് വേണ്ടുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റൈലിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഗുഡ് ഫ്രൈഡേ എന്നൊന്ന് ഇതിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ഗുഡ് ഫ്രൈഡേയുടെ പോസ്റ്റർ ബാക്ക്ഗ്രൗണ്ട് അടിച്ചാൽ മതി. ഗുഡ് ഫ്രൈഡേ പോസ്റ്റർ ബാക്ക്ഗ്രൗണ്ട് എന്നടിച്ചു കഴിഞ്ഞാൽ വാട്ടർമാർക്ക് ഇല്ലാത്ത ആയിരക്കണക്കിന് കിട്ടും. നമ്മൾ ജസ്റ്റ് ഗുഡ് ഫ്രൈഡേ പോസ്റ്റർ ബാക്ക്ഗ്രൗണ്ട് ഞാനൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ, ഇഷ്ടംപോലെ സാധനം വന്നു കഴിഞ്ഞു. ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാധനങ്ങൾ വന്നു കഴിഞ്ഞു. അപ്പം ഞാൻ അതിൽ ഞെക്കി. എനിക്ക് പറഞ്ഞാൽ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, യേശുവിൻ്റെ ഒരു സാധനം ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ എന്ത് ചെയ്തു, അത് ഡൗൺലോഡ് ചെയ്ത് ഓൾറെഡി എൻ്റെ ഫോണിൽ ഡൗൺലോഡായി. ഇനി ഞാൻ മിനിമൈസ് ചെയ്തു. അപ്പം ഞാൻ ഗുഡ് ഫ്രൈഡേയുടെ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തോ ചെയ്യണം, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത ഈസ്റ്റർ ഇത് കിടക്കുക. അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്തു. തൊട്ട് താഴെ വരുന്നു, റീപ്ലേസ് അടിക്കുന്നു.
വേണ്ട യേശുവിൻ്റെ പടം അവിടെ വന്നു കഴിഞ്ഞു, ക്രൈസ്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഈ ഇപ്പോൾ ഒരു വെള്ള പോലെ സാധനം വന്ന് കിടക്കുക, ഈ വെള്ള ഇതെനിക്ക് വേണ്ട, ഇതൊരു എലമെൻറ്റാണ്. അപ്പം നിങ്ങൾ എന്തോ ചെയ്യണം, ആ വെള്ളയിൽ നിന്ന് ക്ലിക്ക് ചെയ്താൽ ആ വെള്ളം അവിടെ മാറും. കണ്ടോ? അത് വേണ്ടെങ്കിൽ തൊട്ട് മുകളിൽ ഒരു ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട്, വേണ്ട കളഞ്ഞു. ഇനി നമുക്ക് ഈ ക്രൈസ്റ്റിൻ്റെ പടത്തിലേക്കാണ് നമുക്കൊരു ദുഃഖവെള്ളിയുടെ സാധനം ഇടേണ്ടത്. അപ്പോൾ അത് വിശ്വസല്ലല്ലോ. അപ്പോൾ അതിന് നമ്മൾ ഗുഡ് ഫ്രൈഡേ, ഇപ്പം നമ്മുടെ പള്ളിയുടെ സർവീസാണ്, നമുക്ക് എന്ത് വേണ്ടായോ അത് കളയുക. ഇപ്പോൾ ഇത് ഈസ്റ്റർ മാറ്റിയിട്ട് ഞാൻ ഗുഡ് ഫ്രൈഡേ എന്നാക്കുക. അതിലൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എന്താണ്ടേ ഗുഡ് ഫ്രൈഡേ എന്ന് ഞാൻ മാറ്റി. ഗുഡ് ഫ്രൈഡേ സർവീസാണ്, നമ്മുടെ പള്ളിയിലുള്ള ഗുഡ് ഫ്രൈഡേയുടെ സർവീസാണ്. അപ്പോൾ ഞാൻ എന്തോ ചെയ്യേണ്ടത്, അപ്പോൾ ഒരു ചെറിയ ഫോണ്ട് മതി എനിക്ക്, ഗുഡ് ഫ്രൈഡേ സർവീസ് എന്നാണ് ഞാൻ അടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യണം, ഫോണ്ട് എടുക്കുക, ഇതിലേതെങ്കിലും ഈ 3 ഓപ്ഷനിൽ ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക. നമുക്കൊരു ഏകദേശം ഈ സൈസ് മതി. താണ്ട് അതിലെടുത്തു, ഗുഡ് ഫ്രൈഡേ സർവീസ്, ഗുഡ് ഫ്രൈഡേ സർവീസ് എടുത്തു, തൊട്ട് താഴെ കൊണ്ടുവന്നു. അപ്പോൾ ഇതിൻ്റെ കളറ് ഈ കളർ ഇത് കറുപ്പാണ്, കാണത്തില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്, സർവീസ് ഞെക്കി ഞാൻ കളർ എടുത്തു, എനിക്ക് ഇഷ്ടപ്പെട്ട കളർ റെഡ്. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ നോക്കി നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് ഇപ്പം അധികം ഉള്ളത് ഒരു ഓറഞ്ച് കളറുണ്ട്, റെഡ് കളറുണ്ട്, ബ്ലാക്ക് കളറുണ്ട്, ഈ 3 യെല്ലോ ഉണ്ട്. ഈ 3 കളർ മാത്രമേ ഈ പടത്തിനകത്തുള്ളൂ. അപ്പം നമ്മൾ ഇതിനകത്തുള്ള പടങ്ങൾ തന്നെ, ഇതിനകത്തുള്ള കളറുകൾ തന്നെ നമ്മൾ യൂസ് ചെയ്യണം. ഇതിനകത്ത് ഇച്ചിരി ഒരു ഈസ്തെറ്റിക് ഒരു സെൻസ് മതി. വേണ്ട സർവീസ് എന്നുള്ളത് ഏതെങ്കിലും ഒരു, ഞാനിപ്പോൾ ഓറഞ്ച് കളറാണ് അതിനകത്ത് കിടക്കുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഇത് ഈ ഓറഞ്ച് കളർ ചിലപ്പം വരും, അല്ലെങ്കിൽ ഒരു പീച്ച് കളർ വരും. ജസ്റ്റ് വേണ്ട ഓറഞ്ച് കളർ വന്നു. അപ്പം ഞാൻ കണ്ടോ ആ സർവീസ് എടുത്തു, അതിൻ്റെ ഫോണ്ട് എനിക്കൊന്ന് മാറ്റാം, അത് ക്യാപിറ്റൽ ലെറ്റർ ആക്കണം. അപ്പം ഞാൻ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ആയി. തൊട്ട് താഴെ ബി ഞെക്കി വേണ്ട എയിലോട്ട് വന്നപ്പോൾ അത് സർവീസ് എന്ന് മാറി. കണ്ടോ? ഇനി ഗുഡ് ഫ്രൈഡേയുടെ കളർ ഒന്ന് മാറ്റണം, ഈ കളർ ഒരു സുഖവും തോന്നുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, തൊട്ട് താഴെ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തൊട്ട് താഴെ കളറുണ്ട്, ആ കളർ ഞെക്കിയിട്ട് വേണ്ട അതിന് നിങ്ങളുടെ സൈസ് അനുസരിച്ച് വലുതോ ചെറുതോ ഒക്കെ ആക്കാം. ഇവിടെ ഈ പള്ളിയുടെ പടം നിങ്ങൾക്ക് വേണ്ട. അപ്പോൾ ഇത് ഇത്രയും പിടി കിട്ടിയോ നിങ്ങൾക്ക്? ഇത് കണ്ടോ, നമുക്കൊരു ഒരു ബുക്ക്, ഞാനിപ്പോൾ ഏകദേശം ഒരു 10-12ഓളം ബുക്ക് നമ്മുടെ മെത്രാപ്പോലീത്ത തിരുമേനിയിൽ ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്. അത് ഇതിൻ്റെ ഒരു പ്രോ വെർഷനാണ് എങ്കിൽ പോലും അതിനകത്ത് മറ്റ് ചില ആപ്സ് കൂടെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും അതിന് പോലും നമ്മളെ സഹായിക്കുന്ന ഒരു ആപ്പാണിത്. അതാ ഞാൻ പറഞ്ഞത്, കോടിക്കണക്കിന് രൂപ ഇതിനകത്തൂടെ സമ്പാദിക്കുന്ന ആളുകളുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു സ്കില്ലാണ്, നമ്മുടെ മിനിസ്ട്രി ഏറ്റവും എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഓക്കെ, അപ്പൊ ഇത്രയും സാധനം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഗുഡ് ഫ്രൈഡേ സർവീസ് റൈറ്റ് ഹാൻഡ് സൈഡിലാണ് നമ്മുടെ സ്ക്രീനിന്റെ. ഓക്കെ, അപ്പൊ നമുക്ക് അത് നമുക്ക് ലെഫ്റ്റിലോട്ട് മാറ്റണം അല്ലേ? അല്ല, വേറെ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് എന്തോ അച്ഛൻ ആഡ് ചെയ്യണ്ടേ പറഞ്ഞു? പുതിയൊരു നമ്മുടെ അന്നത്തെ ഗസ്റ്റിന്റെ പേര്, ഗസ്റ്റിന്റെ ഒരു ഫോട്ടോ പറഞ്ഞു, അത് പറയാം അത് ചോദിച്ച കാര്യമായി. ഗസ്റ്റിന്റെ ഒരു ഫോട്ടോ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യണം. ഇപ്പൊ ഗുഡ് ഫ്രൈഡേ സർവീസ്, ഇപ്പൊ ഇഷ്ടമുള്ള പടം നമുക്ക് എടുക്കാം. ഞാനിപ്പോ ഇതങ്ങ് എടുക്കുന്നേ ഉള്ളൂ. ഗുഡ് ഫ്രൈഡേ സർവീസ് ഗസ്റ്റിന്റെ ഒരു ഫോട്ടോ നമ്മൾ അന്ന് വരുന്നത് നമ്മുടെ ഒരു അച്ഛനാണ്. അപ്പൊ അച്ഛന്റെ പടം നമ്മൾ എടുക്കാം. ജസ്റ്റ് ഇതാണ്ട് ഗാലറി, വീണ്ടും നമ്മൾ ഗാലറി എടുക്കുക. ഗാലറി ഒന്ന് ഗാലറി ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ നമ്മുടെ അച്ഛന്റെ ഏതച്ഛനാണോ വരുന്നത്, ഇപ്പോൾ സുന്ദരനായ റൻസി അച്ഛൻ, എൻ്റെ പള്ളി റൻസി അച്ഛനാണ് വരുന്നത്. അപ്പം ഞാൻ അച്ഛൻ്റെ പടം ഗാലറി കിടപ്പുണ്ടായിരുന്നു, എൻ്റെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തായിരുന്നു. അച്ഛൻ്റെ പടം ഇങ്ങനെ കൊണ്ടിട്ടു. നിങ്ങൾക്ക് ആവശ്യമനുസരിച്ച് ഇത് ക്രോപ്പ് ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ? പറയാം. അച്ഛാ ഞാൻ ഡിലീറ്റ് ചെയ്യണേ, ഒന്നുകൂടെ നോക്കിയാട്ടെ. ഗാലറി തൊട്ട് താഴെ നമ്മുടെ ഗാലറിയാണ്. ഗാലറി, ഈ പടം കാണുമ്പോൾ തൊട്ട് താഴെ ഗാലറി എന്ന സാധനം കിടപ്പുണ്ട്. ഗാലറി ഉണ്ടോ? ഗാലറി എടുത്തു കഴിയുമ്പോൾ റൻസി അച്ഛൻ്റെ അല്ലെ വേറൊരാളുടെ പടം ഞാൻ എടുക്കുന്നു. ആഡ് ടു പേജ് അദ്ദേഹത്തിന്റെ പടം ഇവിടെ വന്നു കഴിഞ്ഞു. അപ്പം ഞാൻ ഇതിനെ ക്രോപ്പ് ചെയ്ത് എൻ്റെ രീതിയിലോട്ട് മാറ്റി. എനിക്ക് ആവശ്യത്തിന് ഇദ്ദേഹത്തിന് ഇത്രയും മാത്രം മതി, ഈ അച്ഛനാണ് അല്ലെങ്കിൽ ഇദ്ദേഹമാണെന്ന് പ്രസംഗിക്കാൻ വരുന്നത്.
അതാണ്ട് സൈഡിലോട്ട്, പരമാവധി സൈഡിലോട്ട്, ഇങ്ങനെയൊക്കെ ഉള്ളത് പരമാവധി സൈഡിലോട്ട് വെക്കുന്നതാണ് ഭംഗി. കണ്ടോ? എന്നിട്ട് അദ്ദേഹത്തിന്റെ പേര് കൊടുക്കണം. അപ്പൊ ഞാൻ ജസ്റ്റ് ഈ സർവീസിൽ ഞെക്കിയിട്ട് ആ ഫോണ്ട് തന്നെ കോപ്പി ചെയ്താണ് ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരിക. അദ്ദേഹത്തിന്റെ പേര് മാത്യു വർഗീസ് എന്ന് വെക്കുകയാണ്. മാത്യൂസ്. അച്ഛാ ഫോണ്ട് ലെഫ്റ്റ് എടുത്ത് മാറ്റിയാൽ ഏതാച്ചാ ആ ഫോണ്ട് തന്നെ അച്ഛൻ എടുത്തത് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. ഞാൻ ഇതിൽ നിന്ന് എടുത്തേ ഉള്ളൂ. കാരണം തൊട്ടടുത്തൊരു ഫോണ്ട് കിടക്കുന്നുള്ളത് കൊണ്ട് ഞാൻ അതങ്ങ് ക്ലിക്ക് ചെയ്തു. ജസ്റ്റ് കോപ്പി ചെയ്ത് കഴിയുമ്പോൾ ആ സാധനം ഇങ്ങനെ വരും. കണ്ടോ? ഇവിടെ ഇതിന്റെ ഇടയിൽ ഒരു ആരോ മാർക്ക് പോലെ സാധനം കണ്ടോ? അതിൽ ജസ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ കയ്യിൽ വരും. ആണ്ടേ അതിങ്ങനെ അതിന്റെ എവിടെയാണെന്ന് വെച്ചാൽ ആ സ്ഥലത്തോട്ട് വെച്ചു. പിന്നെ ഇതിനകത്തൊരു ഗുണമുണ്ട്. നമ്മൾ ഈ സാധനം വെക്കുന്നത് നമ്മുടെ അലൈൻമെന്റ് കൃത്യമാണെന്ന് അറിയാന്നുണ്ട്. ഇതിനകത്തൊരു കണ്ടോ, ഇപ്പൊ ഒരു ബ്ലൂ വല ഒരു ചതുരം വരുന്ന കണ്ടോ? ഇവിടെ ഒന്നും അല്ല നിങ്ങൾ വെക്കേണ്ടത്. നിങ്ങൾ ഇതിന്റെ അകത്ത് വേണം വെക്കാൻ. അതിന് വേണ്ടിയിട്ട് ആ ഒരു സാധനം ഉടനെ ഓർപ്പിക്കും നമ്മളെ. അത് കുഴപ്പമില്ല. നിങ്ങൾ തൽക്കാലം അതിന്റെ പേരിന് താഴോട്ട് ഈ സാധനം വെച്ചു, ഈ പേര് വെച്ചു, ഫോട്ടോയുടെ താഴോട്ട് ഈ പേര് വെച്ചു. പക്ഷെ ഇവിടെ ഇത് കാണാൻ ഒരു ചെറിയ പ്രയാസമുണ്ട്. കണ്ടോ? ഈ ഫോണ്ട് അങ്ങോട്ട് നേരെ കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. അതിന്റെ കളർ ഒന്ന് മാറ്റുക. തൊട്ട് താഴെ കളർ കിടപ്പുണ്ട്. ആണ്ട് അതിന്റെ കളർ ഒന്ന് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ധാരാളം കളർ വരും. ഇതിന് പറ്റിയത് കുറച്ചുകൂടെ കാണുന്ന കളർ വേണം നമ്മൾ ഉപയോഗിക്കാൻ. ഈ സെയിം കളർ ഉപയോഗിച്ചാൽ കാണത്തില്ല. അപ്പം നമ്മൾ കളർ ഒന്ന് മാറ്റി പിടിച്ചു. ഇതാണ്ടേ ഇയാളുടെ പേര് ഞാൻ മാറ്റി, മാത്യൂസ് എന്ന് മാറ്റി. മാത്യൂസ്. ഇനി ഇയാള് ഇപ്പം കൊല്ലത്തുനിന്ന് വരുന്ന ഒരാളാണ്. അപ്പം ഞാൻ അതിൻ്റെ അടിയിൽ കൊല്ലമൊന്നും കൂടെ വെക്കണം. അപ്പം ഞാൻ എന്തോ ചെയ്യേണ്ടത്, ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് താഴോട്ട് വെച്ചു. അതിനെ ഒന്ന് ചെറുതാക്കിയിട്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ കൊല്ലം എന്നടിച്ചു. ഇതാണ്ടേ കൊല്ലം. അയാൾ കൊല്ലംകാരനാണ്. ഈ കൊല്ലത്തിന്റെ ഫോണ്ട് ഒന്ന് മാറണം. ജസ്റ്റ് കൊല്ലത്തിലൊന്ന് ക്ലിക്ക് ചെയ്തു. ആ ഫോണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ചെറിയൊരു ആരോ മാർക്ക് വലതുവശത്ത് കാണാം. ആരോ മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും 100 കണക്കിന് ഫോണ്ടുകൾ വന്നു കഴിഞ്ഞു. നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു ഫോണ്ട് അവിടെ അമർത്തുക. മാത്യൂസ് കൊല്ലം, അദ്ദേഹമാണ് സർവീസ്. അപ്പോൾ ഇദ്ദേഹം ലീഡർഷിപ്പാണ്. ഇദ്ദേഹം കൊടുക്കാൻ പോകുന്നത് നമുക്ക് അല്ലെങ്കിൽ പ്രസംഗമാണ്, അന്നത്തെ മെസ്സേജാണ്. ഇപ്പോൾ ഇതാണ്ട് ഇത് ഞാൻ കോപ്പി ചെയ്ത് മുകളിലോട്ട് മെസ്സേജ് എന്ന് പറഞ്ഞ് വെക്കുക. വീണ്ടും അത് ഞെക്കി മെസ്സേജ്. ഇത്രയുള്ള സംഭവം. ഈ മെസ്സേജിന്റെ ഫോണ്ട് ഒന്ന് മാറ്റണം. അപ്പോൾ ഇതാണ്ട് ഈ ഫോണ്ട് ഞെക്കി സൈഡിൽ ആരോ മാർക്ക് ഞെക്കി കഴിയുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോണ്ട് ഞാൻ വെക്കുക. ഈ ഫോണ്ടാണ് ഞാൻ വെച്ചതെന്ന് വിചാരിച്ചു. എന്നുള്ളത് വലുതാക്കി. ഈ ഫോട്ടോയുടെ സൈസ് അനുസരിച്ച് ഒന്ന് വലുതാക്കി. അന്ന് എൻ്റെ പള്ളിയിൽ പ്രസംഗിക്കാൻ പോകുന്ന ഇയാളാണ്. ഗുഡ് ഫ്രൈഡേ സർവീസ്. ഇനി ടൈമിംഗ് ഒക്കെ ഇവിടെ വെക്കാം നിങ്ങൾക്ക്. സർവീസ് ഞാനൊന്ന് കോപ്പി ചെയ്തു. ആ സാധനം എടുത്തു. അപ്പോൾ അത് 12-ാം തീയതിയാണ്. 12, 16 ജൂൺ. ജൂൺ 2026. ഇനിയിപ്പോൾ ഇതിന്റെ ഫോണ്ട് ഇതിനങ്ങോട്ട് യോജിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്തോ ചെയ്യേണ്ടത്, തൊട്ട് താഴെ ഫോണ്ട് എന്നൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. അതിന്റെ ആരോ മാർക്ക് മേപ്പോട്ട് എടുക്കുക. ഇഷ്ടപ്പെട്ട സാധനം ഞാനിപ്പോൾ ഇത് എടുക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഫോണ്ട് എടുക്കാം. അല്ലെങ്കിൽ ഈ ഫോണ്ട് എടുത്തു, അല്ലെങ്കിൽ വേറൊരു ഫോണ്ട് എടുത്തു. നിങ്ങൾക്ക് ഏത് ഫോണ്ടാണോ ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഡിസൈൻ നമ്മുടെ തലയാണ്, നമ്മുടെ ഈസ്തറ്റിക് സെൻസ് ആണ് അത് ഏത് എടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത്. വേറെ ഇഷ്ടംപോലെ നമുക്ക് കൊടുക്കാൻ. ഇതിപ്പോൾ ഞാൻ ബേസിക് മാത്രമേ പറയുന്നുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഇതിനെ വേറെ ഇഷ്ടംപോലെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫോണ്ടുകളൊക്കെ ഇവിടെ ഉണ്ട്. സർവീസ് ഫോട്ടോ ഒന്ന് സിങ്ക് ചെയ്യുന്നില്ല ബാക്ക്ഗ്രൗണ്ട്, അതെങ്ങനെയാ ചെയ്യുന്നത്? ഏതാച്ചാ മാത്യൂസിന്റെ ഫോട്ടോ ബാക്ക്ഗ്രൗണ്ടിനോട് സിങ്ക് ചെയ്യുന്നില്ലല്ലോ. ഈ ഫോട്ടോ അതെ, അത് ചെയ്യാൻ പറ്റും. പറ്റും. അതിന് നമുക്ക് വേറെ ഫ്രെയിം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ മുന്നോട്ട് ആ സാധനം പഠിപ്പിച്ചില്ല. അത് ഞാൻ മുന്നോട്ട് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. തൽക്കാലം ഇത് ബേസിക് സാധനം മാത്രമേ ഞാനിപ്പോൾ പറഞ്ഞോളാം. തൽക്കാലം ഒരു ഫോട്ടോ എല്ലാം എങ്ങനെ വെക്കാന്ന് മാത്രം. അത് ഞാൻ പറയും. സ്റ്റൈൽ ഇതിനെ ഏറ്റവും ഭംഗിയാക്കുന്ന ഒരുപാട് ആയിരക്കണക്കിന് ടൂൾസ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അത് ഇപ്പൊ നിങ്ങൾക്ക് തൽക്കാലം ഇതെല്ലാം പ്ലേസ് ചെയ്യുന്ന കാര്യത്തെ പറ്റി മാത്രം നമ്മൾ ഇന്ന് മനസ്സിലാക്കിയാൽ മതി.
അതുകൊണ്ട് ഇപ്പം ഈ സർവീസിൻ്റെ ഒരു ഫോണ്ട് എനിക്ക് സുഖം തോന്നുന്നില്ല. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഈ ഡിസൈൻ പഠിക്കുമ്പോൾ എപ്പോഴും ഓർത്തോണം, ഈ കാണുന്നതെല്ലാം നമ്മൾ വീക്ഷിക്കണം, നല്ലതായിട്ട് വീക്ഷിക്കണം. സർവീസിൻ്റെ സാധനം വന്നു, എനിക്ക് ഈ ഒരു ഫോണ്ട് ഞാൻ എടുത്തിട്ട് അതിനെ ഒന്ന് ചെറുതാക്കി കഴിഞ്ഞാൽ നല്ലൊരു ഫോണ്ടായത് ഉണ്ടോ. അപ്പം ഞാനിതിനൊരു വൈറ്റ് കളറിലോട്ട് മാറ്റുകയാണ്. ഉണ്ടോ, മാറ്റി ഇങ്ങനെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ ഭംഗിയായി. ഉണ്ടോ, നമ്മുടെ രീതിക്ക് അനുസരിച്ച് അതിനെ മാറ്റാം. നമ്മൾ ഇതിനകത്ത് ഈ പിൻട്രസ്റ്റ് എടുത്ത് നോക്കിയാൽ ഡിസൈൻസ്, ക്യാൻവ ഡിസൈൻസ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പോസ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പോസ്റ്റർ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതിനകത്തൊക്കെ എങ്ങനെയാണ് ഫോണ്ടുകൾ ഉപയോഗിച്ചിരിക്കുന്നത്, അതിനകത്ത് എങ്ങനെയാണ് അതിൻ്റെ അലൈൻമെൻറ്റ് വന്നിരിക്കുന്നത്, ഇതൊക്കെ നമ്മളൊന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഈസി ആയിട്ട് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ ഞാൻ ബേസിക് സാധനം മാത്രമേ ഉള്ളൂ. ഡിസൈനിങ് ആഴത്തിലുള്ള അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ നിങ്ങൾ ടൂളുകളെല്ലാം മനസ്സിലായി ഞാൻ അപ്പൊ ഇത് ബാക്കി പറഞ്ഞു കഴിഞ്ഞില്ല. ഇതിനെ നമ്മൾ ഒന്ന് സേവ് ചെയ്തില്ല. അപ്പൊ ഞാനിത് ഇതിപ്പോ തൽക്കാലത്തേക്കുള്ള സാധനമാണ്. ഞാൻ സേവ് ചെയ്യുന്ന തൊട്ട് മുകളിൽ ഉണ്ടാവും സേവ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഡൗൺലോഡ് ചെയ്തു. PNG, എനിക്ക് PNG അല്ല, എനിക്ക് JPG ആണ് വേണ്ടത്. ഞാൻ JPG എടുത്തു, വീണ്ടും ഞാൻ ഡൗൺലോഡ് ചെയ്തു. അത് ഓട്ടോമാറ്റിക് ഡൗൺലോഡഡ് ആണ്. ഷെയർ വാട്സാപ്പ് എടുത്തു, ഞാൻ എൻ്റെ അക്കൗണ്ടിലോട്ട് ഇട്ടു. ആർക്കാണോ അയക്കേണ്ടത് അത് കിടക്കുന്നു. ഇനി ഒരു സാധനം നിങ്ങൾക്ക് ഇനി വേറെ ആർക്കും ഇതിനകത്ത് തൊടാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് മാത്രമേ ഇനി നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഈ സാധനത്തിനകത്ത് പെട്ടെന്ന് ഡേറ്റ് തെറ്റിപ്പോയല്ലോ എന്ന് നിങ്ങൾ തോന്നുകയാണെങ്കിൽ വീണ്ടും നിങ്ങൾ എന്തോ ചെയ്യുക, ബാക്ക് എടുക്കുക, നമ്മുടെ ക്യാൻവയെ തന്നെ പോയിട്ട് വരുമ്പോൾ അത് സേവ് ആയി അവിടെ കിടന്നോളൂ. നിങ്ങളുടെ തുറന്നു വരുമ്പോൾ നിങ്ങളുടെ സാധനത്തിനകത്ത് നിങ്ങളുടെ യുവർ ഡിസൈൻസ് ഒന്ന് ഞെക്കിക്കഴിഞ്ഞാൽ, തൊട്ട് താഴെ യുവർ ഡിസൈൻസ് ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിസൈൻസ്, നിങ്ങളുടെ പിന്നെ സാധനങ്ങളെല്ലാം അവിടെ കിടപ്പുണ്ട്. നമ്മൾ ചെയ്ത സാധനങ്ങളെല്ലാം അവിടെ കിടന്നോളും. ജസ്റ്റ് അത് വീണ്ടും ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും ഓപ്പണായി വരും. നമുക്ക് എവിടെയാണോ ചേഞ്ച് ചെയ്യേണ്ടത് അത് ചേഞ്ച് ചെയ്യാം, വീണ്ടും അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ പരിപാടി. തൽക്കാലം നമ്മൾ ഇത്രയും എലമെന്റുകൾ എടുക്കുന്നതിനെ പറ്റി മാത്രം നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. കണ്ടോ, ഈ പോസ്റ്റിന് തൊട്ട് താഴെ കിടക്കുന്ന എലമെന്റുകൾ. ഈ എലമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കേണ്ട സാധനങ്ങൾ. ഇപ്പൊ ഞാൻ ഇതിനകത്ത് പറയുകയാണ്, ഇതിനകത്ത് ഒരു ക്രോസ് എനിക്ക് ആഡ് ചെയ്യണം. ഇപ്പൊ ഈ ഗുഡ് ഫ്രൈഡേ എന്ന് എഴുതിയേക്കുന്നതിനകത്ത് എനിക്കൊരു ക്രോസ് ആഡ് ചെയ്യണമെങ്കിൽ ഞാൻ ഈ എലമെന്റ്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഞാനിവിടെ അടിക്കുകയാണ് ക്രോസ് എന്നടിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ക്രോസ് വരും. കണ്ടോ, ആ ക്രോസ്. ഇതിപ്പോൾ എനിക്ക് ഇത് പെയ്ഡ് വേർഷനുള്ള സാധനം ആയതുകൊണ്ട് ആ ക്രോസ് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം ഇത് ട്രയൽ വേർഷനാണ്. ജസ്റ്റ് CO അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ക്രോസ് വേറെ വരും. ഇവിടെ ഒരു ക്രോസ് വന്നിട്ടുണ്ട്. ഈ എംബ്ലം ഇല്ലാത്ത ക്രോസുകൾ ധാരാളം ഉണ്ട്. ഈ ക്രോസ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ അതിൻ്റെ അടുത്തോട്ട് ഒരു സാധനം വെച്ചു. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ, നമ്മുടെ എസ്തെറ്റിക് സെൻസ് എങ്ങനെയാണോ ഉള്ളത് അതുപോലെ നമുക്കിതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. ഇങ്ങനെയുള്ള എലമെന്റ്സ് ആണ് ഇതിനകത്തുള്ളത്. ഈ എലമെന്റ്സിനകത്തുള്ളത് ഇതിനകത്ത് ടെക്സ്റ്റ്, ഇത് ഗാലറി, ഇത് അപ്ലോഡ്സ് പറഞ്ഞാൽ നേരത്തെ ചെയ്ത സാധനം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം എംബ്ലം ഓൾറെഡി ഇതിനകത്ത് എംബ്ലം ഇല്ലെന്നിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ അപ്ലോഡ്സ് നോക്കിയാൽ അത് എംബ്ലം, നമ്മൾ നേരത്തെ കിടന്ന എംബ്ലം ഒക്കെ അതിൽ കിടപ്പുണ്ട്. ജസ്റ്റ് അത് എടുത്താൽ മതി. എംബ്ലം ഞാനവിടെ വെച്ച് കഴിഞ്ഞു. ഈസി. ഇതിപ്പോൾ തൽക്കാലം ഓരോ സാധനങ്ങൾ പ്ലേസ് ചെയ്തിട്ട് മാത്രമേ, നമ്മളിതിനെ ഭംഗിയൊന്നും ആക്കിയിട്ടില്ല. നമ്മൾ ഒരു കെട്ടിടം ഉണ്ടാക്കി വെച്ചേക്കുന്നേ ഉള്ളൂ. നമുക്കിനി ഇതിന് നമ്മുടെ രീതിക്ക് അനുസരിച്ച് വാക്കുകൾക്ക്, അക്ഷരങ്ങൾക്ക് ഡെപ്ത് കൊടുക്കാം, സ്റ്റൈൽ മാറ്റാം, ഈ ഫോട്ടോ മാറ്റാം. ഇപ്പോൾ ഈ ഫോട്ടോ എനിക്കൊന്ന് ചേഞ്ച് ചെയ്യണം, ഈ ഫോട്ടോ വേണ്ട എന്ന് ഇപ്പോൾ ചിന്തിക്കുകയാണെങ്കിൽ റീപ്ലേസ് എടുക്കുക. എനിക്ക് ഈ ഫോട്ടോയാണ് വേണ്ടുന്നത് എങ്കിൽ ഞാൻ ഇതങ്ങോട്ട് എടുക്കുക. കണ്ടോ, ഈ ഫോട്ടോയുടെ ഈ എംബ്ലം കിടക്കുന്നതുകൊണ്ട് ഈ ഫോട്ടോ സൈഡിലോട്ടാണ് വരേണ്ടത്. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്, ജസ്റ്റ് ആ ഫോട്ടോയിൽ ഞെക്കി പിടിക്കുക, ക്രോപ്പ് ചെയ്യുക. തൊട്ട് താഴെ കിടപ്പുണ്ട്, ക്രോപ്പ് അടിക്കുക. ഇങ്ങനെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുരിശ് എവിടെയാണോ വേണ്ടുന്നത് അവിടെ ആയി കഴിഞ്ഞു. പിന്നെ നമുക്ക് ഇതിനനുസരിച്ച് ഇതിൻ്റെ കളറ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മളൊരു പോസ്റ്റർ. ഞാൻ നിങ്ങൾക്ക് ഉദാഹരണം ഞാൻ ചെയ്തിട്ടുള്ള ചില സാധനങ്ങൾ ഒന്ന് അതുകൂടെ ഒരു സെക്കൻഡ് ഞാൻ ചെയ്തിട്ടുള്ള ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി നിങ്ങളുടെ വേർഷനാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത്. ഞാൻ ഉപയോഗിക്കുന്നത് വേറൊരു വേർഷനാണ് ഉപയോഗിക്കുന്നത്. അതിലാണ് നമ്മുടെ വർക്കുകളൊക്കെ ചെയ്യുന്നത്. ആ വേർഷനിലാണ്. ഈ വേർഷനിൽ നമുക്ക് ബുക്കൊക്കെ പ്രിന്റ് ചെയ്യണമെങ്കിലോ ഫ്ലക്സ് അടിക്കണമെങ്കിലോ ഒന്നും നമുക്ക് പ്രിന്റിങ് നടക്കത്തില്ല. നമ്മൾ ഫോണിൽ കൂടെ മാത്രം ഉപയോഗിക്കാനുള്ള സംവിധാനം മാത്രമേ ഇപ്പം ഞാൻ കാണിച്ചതിനകത്തുള്ളൂ.
പിടികിട്ടിയോ? ഞാൻ ഉപയോഗിക്കുന്നത് ഈ വേർഷനല്ല, നമ്മൾ പെയ്ഡ് ആയിട്ടുള്ള പൈസ കൊടുത്ത് നമുക്ക് മേടിച്ച് ഉപയോഗിക്കാനായിട്ട് പറ്റും. അങ്ങനെ ഒരു സാധനമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ആണ് നമ്മൾ ചെയ്ത സാധനങ്ങളെല്ലാം ഈ താഴത്തെ ഡിസൈൻസിൽ കിടപ്പുണ്ട്, എല്ലാം കിടപ്പുണ്ട്. ഈ ഒബിച്ചറിയൊക്കെ നമുക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ഞാൻ ഇതിനകത്ത് പണ്ട് ചെയ്ത ഒരു സാധനമാണ്, ഇതാണ്ട് ഇത് ഈസ്റ്ററിന്റെ സമയത്താണെന്ന് തോന്നുന്നു, ഈസ്റ്ററിനാണെന്ന് തോന്നുന്നു, ഏതോ ഒരു ഇതിന് ചെയ്ത ഒരു സാധനമാണ്. ഇതിൽ തന്നെ ചെയ്ത അവൻ നമുക്കായി ഉയർത്തിരിക്കുന്നു, ഏവർക്കും മാരാമൻ മാർത്തോമ ഇടവകയുടെ ഈസ്റ്റർ ആശംസകൾ. ചുമ്മാ അന്ന് ചെയ്ത സാധനം. അതൊക്കെ ആദ്യകാലങ്ങളിൽ നമ്മൾ ചെയ്ത സാധനങ്ങളാണ്. ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് ഇതിനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. എടുത്ത 1 വർഷത്തിന് മുമ്പ് ചെയ്ത സാധനം നമുക്ക് തൽക്കാലം ഇത്രയും നമ്മളൊന്ന് പരിചയപ്പെട്ടാൽ പോരെയോ? ഇനി താല്പര്യം മുന്നോട്ട് വരുന്നവർക്ക് വേണ്ടി മാത്രം നമുക്ക് നാളെ ബാക്കി ചെയ്യാമെന്ന് എൻ്റെ ഒരു അഭിപ്രായം. നമുക്ക് ഇതിനകത്ത് നമുക്ക് പെട്ടെന്ന് ലെറ്റർ പാഡ് ഉണ്ടാക്കി എടുക്കാം. ധാരാളം പള്ളിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡിസൈനിങ്ങും നിങ്ങൾക്ക് ഇതിൽ തന്നെ ചെയ്യാം. ആരുടെ ഒരു ഹെൽപ്പ് വേണ്ടാതെ ചെയ്യാനായിട്ട് പറ്റും. മാത്യു അച്ഛാ, ഓക്കെ. ബഹുമാനപ്പെട്ട പ്രിൻസ് അച്ഛൻ ഏകദേശം 1.5 മണിക്കൂറോളം നമ്മുടെ ഈ കാൻവയെ കുറിച്ചും അതിന്റെ സാധ്യതകളെ കുറിച്ചും ഒക്കെ നമുക്ക് കാണിച്ചു തരികയും ചെയ്തു. അച്ഛനോടുള്ള നന്ദി അറിയിക്കട്ടെ. പ്രത്യേകിച്ച് നാളെ 9 മണിക്ക് ഇതിന്റെ 2ാം സെഷൻ, അതിന്റെ അടുത്ത ഫീച്ചേഴ്സ് ആഡ് ചെയ്തുകൊണ്ട് അച്ഛൻ ക്ലാസ് എടുക്കുന്നതായിരിക്കും. എല്ലാവരും സെയിം സമയത്ത് ജോയിൻ ചെയ്യാൻ ശ്രമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ബിനു ജോൺ അച്ഛനെ പ്രാർത്ഥനയ്ക്കായും ഹൗസിംഗ് ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ ഇപ്പൊ കേൾക്കുമ്പോ ഒരു സെക്കൻഡ് നമ്മളിതിപ്പോ നിങ്ങൾ കേട്ടപ്പോൾ കുറെ പേർക്കെങ്കിലും ഇതൊരു ടെൻഷനായി കാണും. ഇത് നമ്മളെ കൊണ്ട് നടപ്പ് കേസല്ല എന്ന് തോന്നിക്കാണും. പക്ഷെ ഓർക്കുക, ഇത് നമ്മളെ ഇതേപോലെ സഹായിക്കുന്ന വേറെ സാധനം. നമ്മൾ ഒന്നുകൂടെ ഇച്ചിരി ഒരു ക്ഷമ എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ധാരാളം കാര്യങ്ങൾ പഠിക്കുന്നവരല്ലേ, ഒന്ന് ക്ഷമ എടുത്തു കഴിഞ്ഞാൽ, ഒന്ന് ക്ഷമയോടെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ കഴിയുന്നവരെല്ലാവരും നാളത്തെ ക്ലാസ്സിൽ വരണം. കുറച്ചുപേര് കട്ടാവും എന്ന് എനിക്കറിയാം, എങ്കിലും താല്പര്യത്തോടെ ഉള്ളവരുടെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മൾ ചെയ്യണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിനൊരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. നിങ്ങൾക്ക് പോസ്റ്ററുകൾ ചെയ്ത് അതിനകത്ത് തന്നെ ഇടാം. അപ്പോൾ കറക്ഷൻസ് ഒക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ച് പോകാം. അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ഇന്ന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? കുറച്ചു പേർക്കെങ്കിലും കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ, താങ്ക് യു. പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ രാത്രിയുടെ യാമത്തിനായി സ്തോത്രം. കർത്താവെ, കന്നാവയെക്കുറിച്ചും പ്രത്യേകിച്ച് ക്യാൻവാസിൽ എങ്ങനെയാണ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളൊക്കെ കർത്താവെ സമൂഹത്തിൽ അത് പ്രസൻറ്റേഷൻ ചെയ്യണം എന്ന് ബഹുമാനപ്പെട്ട പ്രിൻസ് അച്ഛൻ കൂടെ ഞങ്ങൾ പഠിക്കാനായിട്ട് സഹായിച്ചു. കർത്താവെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരെയും, ഇതിന് ഹോസ്റ്റ് ചെയ്തതായിട്ടുള്ള മക്കളെയും എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. തുടർന്നുള്ള ദിവസങ്ങളൊക്കെ ഞങ്ങൾ ഈ കർത്താവ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ കുറെ കൂടെ അനുഗ്രഹമായ രീതിയിൽ പഠിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ നന്മകളാ നോക്കണമേ. യേശുനാമത്തിൽ തന്നെ ആമേൻ.